ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചങ്ങരംകുളം സ്വദേശത്താണ് വന്നിട്ടുള്ളത്. നമ്മളെ സുഹൃത്തുക്കളും വൈകാട്ടികളൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ പല ആൾക്കാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണ ദൃശ്യങ്ങളാണ് ഇന്നലത്തെ മത്സരത്തോടെ മനസ്സിലായത്. അത് 2 മിനിറ്റ് മൗനം ആദരിച്ചിട്ട് വ്ളോഗ് തുടങ്ങാൻ പാടില്ല. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ടൈമുള്ളൂ. ഇന്ന് 12:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തും ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു 2 സെക്കൻഡ് മൗനാചരണം, 2 സെക്കൻഡ് എല്ലാവരും ബ്രസീലുകാർക്ക് വേണ്ടി, അസറുവിന് വേണ്ടി. കാരണം അസറു അത്രയും നമുക്ക് എന്താ വെച്ചാൽ ഇന്നലെ അസറുവിനെ എനിക്കൊക്കെ ആട്ടി വിടണം തന്നെ. പക്ഷെ അസറു കരയണ വീഡിയോ ഗ്രൂപ്പിലിട്ട് അത് കാണിച്ചു ആകെ മനസ്സടങ്ങാറായി. അല്ല ഓൻ ഇങ്ങോട്ട് വരും, അല്ല ഓഞ്ഞി വന്നാലും 4 കഴിഞ്ഞിട്ടല്ലേ വേൾഡ് കപ്പ് ഉള്ളൂ. അതിന്റെ ധൈര്യം. അപ്പോത്തിന് അസറുവിനൊക്കെ ചെറിയ കുട്ടിയാവും. അസറു ഗ്രൂപ്പിൽ എല്ലാരും കൊട്ടി വിടുക കേട്ടോ. അസറു കരീന ഫോട്ടോ ഇട്ട് ഗ്രൂപ്പില് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഫുള്ള് നൊലോളിച്ച്. അതായത് അസറു ഫുള്ള് നൊലോളിച്ച് മൂടിക്ക് വന്നപ്പോത്തിന് പോയി. ഇനി നമ്മളെന്തായിട്ടറിയോ, ഇനിയിപ്പോ തോറ്റാലും എന്താ വല്ല കണ്ണിലൊക്കെ നിറച്ചിട്ട് ഫോട്ടോ ഇടല്ല. പക്ഷെ ഓൽക്കൊരു മയം ഉണ്ടാവില്ല. ചെറിയ മാക്ക് ചത്താലും മൂട്ടിൽ വന്ന് മടക്കാൻ പറ്റില്ല. ചെറിയമാക്ക എന്താ കാട്ടിയറിയോ? ഫസ്റ്റ് ഗോള് ബലം ഇട്ടപ്പെടോ. ചെറിയമാക്കുണ്ട് എംബപ്പെ ഒറ്റടിക്ക്. അത്രയും ദിവസം നെയ്മറിന്റെ കഥ പറഞ്ഞ ചെറിയമാക്കുണ്ട് എംബപ്പെ മെസ്സിന്റെ പോലെ ഒരേപോലെ പിടിച്ചിക്കാണ് എംബപ്പെ പറഞ്ഞ ചെറിയമാക്ക. അതൊന്ന് ചെറിയമാക്ക ഗ്രൂപ്പിലിട്ട അതുണ്ടോ? ചെറിയമാക്ക മെല്ലെ ഗ്രൂപ്പിലത്തെ സാധനം മാറ്റിട്ടോ. അതാ ഇത് ചെറിയമാക്ക ബ്രസീലിന്റെ ഫാനാട്ടോ. ബ്രസീലിന് വേണ്ടിയിട്ട് പടക്കം വാങ്ങുക, പൊട്ടിച്ച എല്ലാ പരിപാടിയും നടത്തി. ഇന്നലെ നോർവേ ഒരു ഗോളാണ് ഇട്ടപ്പം ചെറിയമാക്ക തിട്ട് ഗ്രൂപ്പിൽ ഗോൾ വേട്ടയിൽ മെസ്സിക്ക് പിന്നാലെ എംബപ്പയും. എന്നിട്ട് ചെറിയമാക്ക പറയാ എംബപ്പെ അല്ലേലും നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ നമുക്ക് പ്രതീക്ഷ കാരണം എംബപ്പയാണ്. ചെറിയമാക്ക ഒറ്റടിക്ക് പറഞ്ഞു ഡി പി ഒക്കെ മാറി എംബപ്പെ. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും മെൻഷൻ ചെയ്യും. അപ്പം ഇന്നലെ നാട്ടിലത്തെ ക്ലബിലൊക്കെ പാവം ബ്രസീലുകാരാകെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓരോതിനും ഉള്ളിലെരിയുന്നുണ്ട്. വരും കാലത്ത് നടക്കാനിരിക്കുന്നത് കാത്തിരുന്ന് കണ്ടോളൂ. നേരെ ഫ്രാൻസിക്ക്. ചെറിയമോക്ക ഞാൻ നേരെ ഫ്രാൻസിന്റെ ഫാൻസ് ഒന്നും ഗ്രൂപ്പിലില്ലല്ലോ. പിന്നെ നോക്കുമ്പോൾ ചെറിയമോക്കയാണ്. ഡി പി ഒക്കെ മാറി, പെട്ടെന്ന് പരിവശം തന്നെ മാറി. അപ്പൊ സുഹൃത്തുക്കളെ, ബ്രസീൽ എന്തായാലും പുറത്തായി. ഭയങ്കര സങ്കടമുള്ള കാര്യം വെച്ചാൽ എനിക്ക് ബ്രസീലിന്റെ വേറെ പ്ലേയേഴ്സിനെ ആലോചിച്ചിട്ട് എനിക്ക് ഇടങ്ങാറോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നെയ്മർ എന്നുള്ളൊരു സംഭവം നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരാളാണ്. ചെറുപ്പം തൊട്ട് നമ്മളെ അഡോർ ചെയ്യണ ഒരു വ്യക്തിയാണ്. അതായത് നെയ്മർ ഒരു വീഡിയോയിലുണ്ട്, വാട്ട്സ് യുവർ നെയിം വെക്കുമ്പോൾ നെയ്മർ, രണ്ടാമത് വെക്കും ലിറ്റിൽ ബിറ്റ് ലൗഡർ നെയ്മർ. അപ്പം അത്രയും നിഷ്കളങ്കമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്നുമില്ലാതെ ബ്രസീലിയൻ തെരുവുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ ലോകത്തിന്റെ നെറുകയിലത്തെ ഒരു സ്റ്റോറിയാണ് നെയ്മർ എന്നുള്ളത്. പരിക്കുകളില്ലെങ്കിൽ ഇന്ന് മെസ്സി റൊണാൾഡോ ഒക്കെ ഉള്ള ഒരു പൊസിഷനിൽ, അതായത് ആ പൊസിഷനിലല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഗോൾ സ്കോറുകൾ കൊണ്ടും ഗോളിന്റെ നമ്പേഴ്സ് കൊണ്ടും ബാലൻഡിയോറുകൾ കൊണ്ടും ട്രോഫീസ് കൊണ്ടും ഇന്ന് ആ ഒരു പൊസിഷനിൽ എത്തേണ്ട ആളുകൾ പരിക്കിന്റെ ഇത് പറ്റിയിട്ട്. കാരണം പരിക്ക് പറ്റിയ എങ്ങനെയുള്ളതുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഒരു ലിഗമെന്റ് പോയാൽ തന്നെ, ലിഗമെന്റ് പോയാൽ തന്നെ അത് നന്നാക്കാൻ നടക്കുക പറഞ്ഞാൽ അത് വർഷങ്ങളെ പണിയാണ്. കാരണം ഇവന്റെ അങ്ങനെയല്ല, ബാക്ക് ടു ബാക്ക് പോയി സർജറി കാര്യങ്ങൾ ചെയ്ത് റിഹാബ് ചെയ്യുക സർജറി ഇറങ്ങാ പൊട്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര സാഡായിട്ടുള്ള കാര്യമാണ്. അപ്പം നെയ്മർ എനിക്ക് തോന്നുന്നു ഇന്നലെ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിക്കണമെങ്കിൽ, ഇപ്പൊ ആൻസലോട്ടി കുറച്ചുകൂടി നേരത്തെ നെയ്മറിനെ ഇറക്കിക്കണമെങ്കിൽ എന്തേനി ആൻസലോട്ടി നെയ്മറിന് ഫസ്റ്റ് ഹാഫിൽ കളിപ്പിക്കണ്ടേ. പരിക്ക് പറ്റുകയാണെങ്കിൽ കയറ്റിയ പോരെ, കാരണം നോക്കൌട്ട് സ്റ്റേജ് അല്ലേ. എടുത്തേക്കണ്ടില്ലേ, കാരണം എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് നെയ്മറൊക്കെ. എന്ത് ചെയ്യണം, കാരണം നെയ്മർ ലാസ്റ്റ്, കാരണം നെയ്മർ ലെഫ്റ്റ് പോയി ഇങ്ങനെ പോയി. അപ്പൊ നെയ്മർ ഇപ്പൊ ലാസ്റ്റിക്കൊക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓന കളി തുടക്കം മുതലേ ഉണ്ടെന്നുണ്ടെങ്കിൽ കളിന്റെ ഗതി ചിലപ്പോൾ മാറിയിരുന്നു. കാരണം എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് ഏജ് ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. കുറേ ടീമുകൾക്ക് പ്രാവശ്യം നഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് ഇതേപോലെ ഇറങ്ങാതെ നിൽക്കുന്നതും കാര്യങ്ങളാണ്. അപ്പം എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മെസ്സി പറഞ്ഞൊരു ഓഡിയോയും ഉണ്ട്, മറ്റേ എന്താ പറയുക, മെസ്സി പറഞ്ഞ ഓഡിയോ ഓൾറെഡി സങ്കടത്തിലായി നിൽക്കുന്നവരെ വീണ്ടും ഇത് പറഞ്ഞിട്ട് സങ്കടത്തിലാക്കരുതില്ല, അങ്ങനെയല്ല മെസ്സി പറഞ്ഞത്. ആ ഗ്രൂപ്പിലുണ്ട്, ഓൾറെഡി സങ്കടത്തിലായി നിൽക്കുന്നവരെ വീണ്ടും സങ്കടത്തിലായത്തരുത് എന്നാണ് പണ്ട് കോപ്പ അമേരിക്ക അർജന്റീന തോറ്റ ടൈമിൽ മെസ്സി പറഞ്ഞത്. അത് തന്നെയാണ് നമുക്ക് എല്ലാവരോടും പറയുള്ളത്. എന്തായാലും ഇപ്പോൾ പറ്റാനുള്ളതൊക്കെ പറ്റി. അർജന്റീനക്കാർക്ക് ബ്രസീൽ പോയി,
ഇന്നിപ്പോ ഞങ്ങളത് ഒരു കാത്ത് നിൽക്കുകയാണ്. അതായത് ഞങ്ങളത് ഇനിയിപ്പോ പോയാലും ഓൽക്ക് നാളെ രാത്രി വരെ ഊക്കാല ടൈമുണ്ട്. ഓലാണ് ലാസ്റ്റ് പോവാ. ഓലത്ത് രാത്രി നാളെ രാത്രി 9:00 അതുവരെ ടൈമുണ്ട് ഓൽക്ക്. ടൈമുണ്ട്. പക്ഷെ ഓല് പോവില്ല. ജോർദാനോടും ഇവലോടൊക്കെ കളി. അപ്പം എനിക്ക് തോന്നുന്നു ടൈറ്റ് മാച്ചുകൾ കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമ്മള് ഫാനിസം മാറ്റി വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് മാച്ചാണ് കിട്ടുന്നത് ഫുള്ള്. ഇപ്പൊ ബ്രസീലിന് ടൈറ്റ് മാച്ചാണ് കിട്ടിയത്. ഇന്ന് എനിക്ക് തന്നെ വേൾഡ് കപ്പിൽ നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും തീവാറും പോരാട്ടാണ് ഇന്ന് നടക്കാൻ പോണത് സ്പെയിനും പോർച്ചുഗലും. മുമ്പത്തെ 2 ഏറ്റുമുട്ടലുകളിലും എനിക്ക് തോന്നുന്നു നാഷൻസ് കപ്പിൽ നിങ്ങൾ സ്പെയിനെ പൊട്ടിച്ചിട്ടില്ലേ? 2025 പൊട്ടിച്ചില്ലേ? യൂറോയില് പൊട്ടിച്ചിട്ടില്ലേ? ഇതിലൊക്കെ വേൾഡ് കപ്പിൽ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഫ്രാൻസിനും സ്പെയിനും ഒക്കെ ഞങ്ങൾ പൊട്ടിച്ച ടീമുകളാണ്. ഞങ്ങളെ കളി മെച്ചപ്പെടാനും ഉണ്ട്. അതുകൊണ്ടൊരു ആശങ്ക ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ടീമിനുണ്ടല്ലോ, നിങ്ങളിപ്പോ ശരിക്കും ടീമില്ലാത്ത കേടില്ല. ടീമുണ്ട്, പക്ഷെ ആ ടീമിനുള്ള ഒരു കളി കാണുന്നില്ല. കാരണം ക്ലബിലൊക്കെ തീ പോലെ കളിക്കുന്ന പ്ലേയേഴ്സാണ് നിങ്ങളുടെ ടീമിലുള്ളത്. ആ ഗോളി എനിക്കിപ്പോ ആകെ സത്യം പറയണമെന്നുണ്ടെങ്കിൽ പോർച്ചുഗലത്തെ ആ ഗോളി അടിപൊളിയാണ്. സീൻ ഗോളി, ഒരു രക്ഷയില്ലാത്ത ഗോളി. ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു ഫുൾഫിൽ ആവണില്ല. എന്താ അറിയില്ല, അത് നമുക്ക് ഭയങ്കര അടിയാവുന്നുണ്ട്. ഇന്നും കൂടി വന്നിട്ടില്ലെങ്കിൽ നേരെ എന്തായാലും 2 ടീമത്തെ ആൾക്കാർ ബാഗ് പാക്ക് ചെയ്ത് പോകേണ്ടി വരും. ശരിക്കും ബ്രൂണൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇന്ന് ഞാൻ കേൾക്കട്ടെ, ഇന്ന് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ തീറ്റാക്കാൻ നിങ്ങളെ വേൾഡ് കപ്പ് ജേണി നിൽക്കുക? പിന്നെ നമുക്ക് ഇതേമാതിരി ടൈറ്റ് വരുന്നത് ഫ്രാൻസിനോടാണ് വരിക. പക്ഷെ നിൽക്കൂല. അല്ല അനോ കളിച്ചിടുന്നതനുസരിച്ച് ഇന്ന് പോലെ ബാക്ക് ലൈന് മറ്റേ ബാക്ക് ലൈൻ ഒരു ഗോൾ പോലും ഒരു വാങ്ങിയിട്ടില്ല സ്പെയിൻ ഇപ്രാവശ്യം. കുക്കുറല്ലിയും റയലത്തെ പിന്നെ കുബാർസിലപ്പുറത്തൊക്കെ ഓല് സീനാണ്. അപ്പൊ ഞങ്ങൾക്കുണ്ട് അതേമാതിരി. പിന്നെ ഇവര് റോഡിനെയും പെഡറിനെയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കുണ്ട് അതേമാതിരി നല്ല മിഡ്. പക്ഷെ കളി വരുന്നില്ല, ഒത്തൊരുമല്ല കളി വരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പോർച്ചുഗൽ ഒത്തൊരുമിച്ച് നിന്നാല് നല്ല ടീമുണ്ട്. ഇപ്രാവശ്യത്തെ 1 ഓഫ് ദ ബെസ്റ്റ് 11 ഉള്ള ടീമാണ് പോർച്ചുഗൽ. അപ്പം എന്താണ് പ്രതീക്ഷകൾ? ശുഭപ്രതീക്ഷ 100% വിജയം. അതിൽ കുറഞ്ഞതൊന്നും ഇല്ലാറില്ലേ? അതിലാറൊന്നും പറയില്ല. ഗ്രൂപ്പ് സ്റ്റേജിന്റെ നമ്മൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ പറയാം, മണ്ടത്തരം കാണിച്ചിട്ടല്ല ആണത്തരം തെളിയിക്കേണ്ടത്. ഞങ്ങൾ വോയിസ് വിടണം, എന്നിട്ട് തോൽക്കുമ്പോ എടുത്ത് സ്റ്റോറി ഇടാൻ. ഇന്ന് ഞങ്ങള് അണ്ണനും പിള്ളേരും തൂക്കുന്ന പറയണില്ല കേട്ടോ, തെണ്ടികളെ. അസറുവിന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ആകെ ഇടങ്ങാറായിട്ടോ. കാരണം അസറു ഞാനൊക്കെ ഗ്രൂപ്പിൽ കൊട്ടി വിടാൻ നിൽക്കാണ്. അപ്പൊ അസറു ഞാൻ അങ്ങനെ പറയാൻ നിൽക്കുമ്പോഴാണ് അസറു കരിയണ പൊട്ടടാ. ഇതിൽ പിന്നെ ഞാൻ കടന്നുറങ്ങി. ഞങ്ങളെ വീട്ടിൽ കളിയാൻ ഞങ്ങൾ ഉഷാർ. ഇന്നലെ കണ്ടില്ല, ഹാളിന്റെ ആകെ 4-5 ഡേഞ്ചർ സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അതിൽ 2 ഗോളാക്കി. അതാണ് സ്ട്രൈക്കർമാര്. സത്യം. അങ്ങനെ 2 ഹാളുണ്ട് അത്രയും നേരം വെറുതെ വന്നിട്ട് ചങ്ങായി കിട്ടിയ 2 ചാൻസ്. ആ 2ാമത്തെ ഗോളൊക്കെ എന്താ ബാക്കത്തെ മറ്റേ മതിലില്ല, ഇവിടെ അടിച്ചു വന്നിട്ട് പന്തിക്ക് എന്തൊരു അടി അടിച്ചു അങ്ങനെ നിന്നിട്ട് നോക്കിട്ടേ അടി മടക്കി. നമ്മളെ പാടത്തൊക്കെ അടിച്ചൂലേ? പാടത്തുണ്ടല്ലോ മടക്കിട്ട് അടി അങ്ങനെ അടി. ആ അടി അടിച്ചോനെ ആ നേരം കയറി പോവുകയും ചെയ്ത് ഒന്നും പറയില്ല. ആ ഗോളും കൂടി വന്നപ്പോൾ ഞാൻ ഒരു എക്സ്ട്രാ ടൈമിൽ എങ്ങനെയും ബ്രസീൽ തിരിച്ചുവിടും എനിക്കറിയാം. പക്ഷെങ്കിൽ 2 വന്നപ്പോൾ എനിക്ക് ഉറപ്പായി ഏകദേശം. എന്തായാലും ബ്രസീൽ ആരാധകർ സങ്കടപ്പെടാതിരിക്കുക. സങ്കടപ്പെടാൻ നിങ്ങൾ ഒരു കാര്യത്തിനുള്ളൂ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങാൻ നെയ്മർ ഉണ്ടാവില്ല. അപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ബ്രസീലിനെ ഇഷ്ടപ്പെട്ടതിന് കുറേ റീസൺസ് ഉണ്ട്. ഇപ്പം നെയ്മർ, കക്ക, റൊണാൾഡീഞ്ഞോ, ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്ലേയേഴ്സും എനിക്ക് ഇഷ്ടമായിരുന്നല്ല. റോബീഞ്ഞോ, എനിക്കിഷ്ടമുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ പ്ലേയേഴ്സ് ഉണ്ടല്ലോ ബ്രസീൽ, ഫാബിയാനോ, മൈക്കോണ്, പണ്ടത്തെ റൊണാൾഡോ. അല്ല അത്ര പഴയത് കളി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഈ റീസെൻ്റ്ലി കളി കണ്ടതിൽ റോബീഞ്ഞോ, കക്കയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് 2010, 2014. പിന്നെ ഡേവിഡ് ലൂയിസ്, തിയാഗോ സിൽവ, കുറേ നല്ല പ്ലേയേഴ്സ് പോകരുതില്ലേ? ഇമ്പം പോയി. അതായത് നാട്ടിൽ എന്തൊക്കെയാണെങ്കിലും നാട്ടിലത്തെ രസം എന്ന് വെച്ചാൽ ഇത് 2 ടീമും ഇങ്ങനെ വാങ്ങണം. അപ്പോഴാണ് നാട്ടിൽ ആ ക്ലബ്ബ് ചർച്ചകളിലൊക്കെ കൊമ്പ് കൊടുക്കുള്ളൂ. അപ്പൊ ഇന്ന് കണ്ട് മാറിയപ്പോ ഇടങ്ങേറ് പോലെ. ഇതിപ്പോ റൗണ്ട് ഓഫ് 16 തന്നെ പോയപ്പോ ആകെ ഒരു ചടപ്പായി. ഇനിയിപ്പോ ആരൊക്കെ തുറക്കല്ലേ അതിന് വേറെ സൗണ്ട് വരും. അപ്പൊ ഇനി എന്താവുന്നുള്ള കണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ചെറിയൊരു അല്ലറ ചില്ലറ പരിപാടികൾ ഉണ്ടല്ലേ. അപ്പം നബീൽ ഇത്രയും നേരം ഉണ്ടായിരിക്കും. നബീലിന് ഇങ്ങോട്ടിരിക്കും. നബീലെ അല്ലല്ല അത് പറയണം, ആൾക്കാർ അറിയട്ടത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇല്ല പറഞ്ഞിട്ടില്ല, ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന് പറഞ്ഞിട്ടില്ല. കുടുംബ പ്രേക്ഷകർ ഇവിടെ കാണുള്ളൂ. ആ യൂത്താ കണ്ടത്. ഇങ്ങോട്ട് വാ. ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ ആരാ?
ബ്രസീലിന്റെ സർവീസ് കഥകളുണ്ട്. ശതമാനം സർവീസാണ് കൊടുക്കണത്. എടാ ഇജ്ജ് കഷ്ടപ്പെടല്ലേ അത് ആൾക്കാരല്ല. അപ്പൊ നബീൽ എന്താ വെച്ചാല് നബീല് നാട്ടിലത്തെ ബ്രസീലിന്റെ ഫ്ലക്സിനൊക്കെ പിരിവിട്ടാണ്ട് എന്ത് ചെയ്തു, പിന്നെ ബിസിനസ് തിരക്കുകളിലേക്ക് പോയി. കാരണം ഫിർമിഗോ കൊണ്ടുനടക്കാണ്. അപ്പം നബീൽ അറിയണില്ല എന്താണ് വേൾഡ് കപ്പിൽ നടക്കുന്നത്, എന്താണ് വേൾഡ് കപ്പ് മാച്ചുകൾ എവിടെ നടക്കുന്നത്, എവിടെ ആരൊക്കെയാണ് ആതിഥേയത്വം വഹിക്കുന്നത്, ഇതൊന്നും അറിയില്ല. നബീലിന്റെ വിചാരം ഒരു കളി തോറ്റാൽ ഇനിയും ഗ്രൂപ്പ് സ്റ്റേജ് പോലെ ഇനിയും കളി ഇട്ടും ഇന്നലെ തോറ്റാൽ അടുത്ത കളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബീല് ഫ്ലക്സിനൊക്കെ പിരിവിട്ടതിന് ശേഷം നാട്ടിൽ ഫ്ലക്സ് ഒക്കെ പൊന്തി കാര്യങ്ങളൊക്കെ അടിപൊളിയായി. പിന്നെ തിരക്കുകളിന് ശേഷം ബ്രസീൽ ജയിച്ചിട്ടില്ലോ നോക്കാൻ പറ്റില്ല. അപ്പൊ നബീൽ ഇന്നലെ ഉടുത്തൊരുങ്ങി വന്നിട്ട് ഓന്റെ പെരിയിൽ നിന്നും കൂടി കളി കാണാതെ നേരെ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വരിക്ക് വന്നു. എന്നിട്ട് ഈ ആട്ടും തോന്നിട്ട ചെന്നായ്ക്കളുടെ ഇടയിലൂടെയാണ്, അതായത് ബ്രാച്ചുഗൽ ഫാൻസ് ഉള്ള പറയാലോ, ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ ബ്രസീൽ തോൽക്കളി നല്ല ആനന്ദം കണ്ടെത്തിക്കണം. ഇവന് ബ്രാച്ചുഗൽ സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് ഫുൾ അലമ്പിട്ടോ. ഇന്നലെ ഓല് നമ്മളെ വെല്ലുവിളിക്കേനി, നിങ്ങൾ പറങ്കികളൊക്കെ ഇവിടെ തന്നെ വേണം. ഇന്ന് ബ്രസീലുകാരും നിങ്ങൾക്ക് എതിരാവും, അർജന്റീനക്കാരും നിങ്ങൾക്ക് എതിരാവും. ഉറപ്പാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ. അയ്യോ എന്താ കൻസേ അപ്പൊ സുഹൃത്തുക്കളെ നബീൽ ഇന്നലെ എന്നിട്ട് വന്നിട്ട് എന്താക്കിച്ചാല് കളി കാണാൻ വന്ന് ആദ്യമായിട്ട് ബ്രസീലിന്റെ കളി വേൾഡ് കപ്പിൽ കാണണം. അത് തോറ്റും ചെയ്തു. അപ്പൊ നബീൽ എന്ത് 4:45 ബാഗൊക്കെ ഇറങ്ങാൻ നിൽക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഈ ഫ്ലക്സിന് വിരിവിട്ടിക്കണല്ലോ. അപ്പൊ ആദ്യം വലിച്ചവർക്ക് സാധനം ഫ്ലക്സും കാര്യങ്ങളൊക്കെ പെരേ കൊണ്ടുപോവാ. അപ്പൊ എന്നിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സാധനങ്ങളൊക്കെ വേറെ ആൾക്കാർ ആട്ടും കൂടുമ്പലും മറ്റേ കോഴിക്കൂടുമ്പലും കോഴിക്കൂട്ടിലിടാൻ വേണ്ടി അയച്ചോണ്ടാ നിൽക്കേ. സ്റ്റോറി കണ്ടോൽക്ക് അറിയാലോ, ബാഗ് എടുത്ത് ഇന്നലെ പോയത്. ഇന്ന് ബാഗ് എടുത്തിക്കണേ നബീല. നമ്മളെ വീട്ടിൽ വരുമ്പോ ബാഗ് എടുത്തിട്ട് കാര്യമില്ല, നമ്മള് പറയും എപ്പോ പോണെന്ന്, അപ്പളേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങളിന്ന് കളിയാണേ, ഞങ്ങൾക്ക് ഒരു ഏരിയ ഉണ്ട് കേട്ടോ പോർച്ചുഗൽ ഫാൻസിന്. എല്ലാരും ഇന്ന് പോർച്ചുഗലായിട്ടുണ്ടല്ലോ. ഇന്ന് സമ്മർദ്ദം മൂലം ഞങ്ങൾ വീട്ടിൽ നിന്ന് കളി കാണില്ല പറഞ്ഞേ മിന്നാ നിൽക്കുക. അവലൊക്കെ വേറെ വേറെ മേഖലയിൽ പോയി. ഇന്ന് പെരേന്ന് ടിവിയിൽ തന്നെ ടി വി നന്നാക്കൂട്ടോ. അഭിഫേ ടി വി നന്നാക്കണം. കുറച്ച് ടൈം എടുക്കുന്ന പറഞ്ഞു. ഒരു ദിവസമെങ്കിലും 24 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വേൾഡ് കപ്പ് വിശേഷങ്ങൾ അങ്ങനെ പുരോഗമിക്കണം. അപ്പൊ നമ്മൾ ഇന്നിവിടെ വന്നതിനും നമ്മളിങ്ങനെ ചായ കുടിച്ചിരിക്കുന്നതിനൊക്കെ കാരണങ്ങളുണ്ട്. ഇതാണ് എൻ്റെ അമ്മച്ചി. ജ്യൂസിലൊക്കെ എന്ത് ചെയ്തു വെച്ചാൽ പൈനാപ്പിൾ ജ്യൂസ് മധുരമില്ലാതെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കറുത്തലും അങ്ങനെ വെട്ടി മുണുങ്ങാണ്. അപ്പം ജ്യൂസിൽ അമ്മച്ചി പറഞ്ഞു ഞാനോ ഒരു മധുരമില്ലാത്ത ജ്യൂസ് ഓർഡർ തരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പൈനാപ്പിൾ വിത്തൗട്ട് എടുത്തോളി എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരിക്കാം, ഞാൻ വാഷ്റൂം പോയി തിരിച്ചപ്പോഴേ ഈ ഗീ കേക്ക് ചോദിച്ചാൽ എന്നിട്ട് തിന്നോക്കിയാ എന്താ ഒരു ടേസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഈ പൈനാപ്പിളിലും വെച്ച് ഇത് മധുരമായിട്ട് കുടിച്ചുകൂടിയോ. എന്നിട്ട് അത് കഴിഞ്ഞാൽ കറുത്തലുവിൻ തിന്നാണ്. ആർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഡയറ്റിലൂടെയാണ് ഉമ്മച്ചി പോകുന്നത്. ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല, മെല്ലെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പൈനാപ്പിൾ ജ്യൂസിനൊക്കെ ചെറിയ മധുരം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളെ മുന്നിൽ നിന്ന് കുടിക്കുക. എന്നിട്ട് 4 ഗീ കേക്കും 2 കറുത്തലവൻ്റെ പീസും ഒന്നും ആയില്ല. കാരണം മെച്ചം പൈനാപ്പിൾ ജ്യൂസ് തുള്ളി മധുരമായിട്ട് കുടിച്ചത് എനിക്ക് പറയാം. നിഹാലിന്റെ അഞ്ചന്റെ പോലെ ഉണ്ടല്ലോ. ഇവനല്ലേ അമര എന്താ പറ്റിയടാ? ഫോൺ എടുത്തു. ഇവനല്ലേ അമരമ്പലത്തെ നിഹാലിന്റെ അഞ്ചന്റെ കട്ടുകൊണ്ട്, പൊന്നാനിത്തെ നിഹാലിന്റെ അഞ്ചന്റെ കട്ടുകൊണ്ട് അല്ലേ? ചിരിക്ക് കുട്ടാ, ഇത് ചിരിക്ക്. മിജുബാദിന്റെ കട്ടുകൊണ്ട് അമരമ്പലത്തെ നിഹാലല്ലേ, 2 നിഹാലിന്റെ അഞ്ചന്മാരെ കട്ടുകൊണ്ട്. കാണുന്ന എന്താ പേര്? സയാൻ. എത്ര ക്ലാസ്സിലാ? 5-ലെത്തിയിട്ടുള്ളോ? ഇൻഷാല്ലാ കാണട്ടാ. ബൈ, സീ യു. അല്ലേ 2 കട്ടുമല്ലോ. എടാ ജ്യൂസ് കുടിക്കണ കുട്ടാ? ഇമ്മച്ചി ഫാൻസ് ഉണ്ടല്ലോ, ഇമ്മച്ചി മെല്ലെ ഷുഗർ വിവാദങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഫാൻസിൻ്റെ ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ മെല്ലാണ്ട് പോയിട്ടോ. ഇനിയിപ്പോൾ ചെക്കന്മാരുടെ ഇടയിലിരുന്ന് ആകെ മാനം കേടും കേക്കും ഈ കേക്കൊക്കെ തിന്നിട്ടാണ് അതിനൊക്കെ ക്യാൻസൽ. കലക്കിപ്പോൾ ആരാ നല്ല ജ്യൂസിലുള്ള മധുരം പിന്നെ മറ്റേ പാക്കറ്റിൽ കിട്ടുന്ന മധുരം എല്ലാം ഓർഡർ ചെയ്തിരുന്നു. എല്ലാം ഇട്ടിട്ട് കലക്കുക പറഞ്ഞിട്ട് സീസർ സാലഡ് അത് കൊണ്ട് നബീല, അത് ഡയറ്റാണ് നബീല. അത് ഞാൻ പറഞ്ഞതാ. എന്താണ് നബീലെ നബീലെ സാലഡ് ഞാനാ പറഞ്ഞേ. സാലഡ് ഞാനാ പറഞ്ഞ ബ്രോ. ഞാനാണ് ആദ്യം ഇവിടെ സീസർ സലാഡ്. ഇതിൽ സീസർ സലാഡ് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സീസറും പറഞ്ഞു അതും പറഞ്ഞു.
ചോദിച്ചോ അവിടെ ചോദിച്ചോ. ഞാൻ ഓനോട് ചോദിച്ചു അപ്പോൾ ഇത് വേണോ ചോദിച്ചു. അതൊന്നും അതും അടിപൊളിയാണ്. എന്നാ ചെയ്തെടുത്തോ, അടിപൊളിയല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്നുള്ളത് നമുക്ക് പോണ വഴിക്ക് കാണാം. എല്ലാവരും കാത്തിരുന്ന് കാണണം. പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്താണ് സർപ്രൈസ് പോണ വഴിക്ക് കാണാം. എല്ലാം വെക്കാനുള്ള സ്ഥലമല്ല കേട്ടോ, കുറച്ചാണ്ട് ഇടേണ്ടി വരും. അങ്ങോട്ട് ഡൈനിങ് ബാക്ക് എടുത്തോ, നമുക്ക് അങ്ങോട്ട് ഇടാം. അഫീഫും ടീമൊക്കെ ഇല്ല കയ്യിലുള്ള ക്യാമറ കൊണ്ട് നോക്കി ഇങ്ങോട്ട് ഇടണ്ട. ആ എന്നാ ഇവിടെ ഇടാം. അല്ല നമുക്ക് വീഡിയോ എടുക്കേണ്ടില്ല, അപ്പൊ ഇങ്ങോട്ട് തന്നെ ഇടാം. ഞങ്ങൾ നടന്നു വരാം. ആ അല്ല ബെറ്റർ, അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഞാൻ സാധാരണ വരാം. ഉമ്മച്ചിയും ബസ്സിലെ നല്ല ഇറങ്ങിയത്. എന്താ ഉദ്ഘാടനത്തിന് ഒന്നും വരികയല്ല ബസ്സിലെ ആളായിട്ടോ. ആ ബസ്സിലെ സലാമലൈക്കും. സലാമലൈക്കും. അസ്സലാമലൈക്കും. ആ ഉമ്മച്ചിക്ക് അറിയില്ല കേട്ടോ. ഉമ്മച്ചിക്ക് പരിപാടിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഉമ്മച്ചി ഉമ്മച്ചിനോട് എന്താ പറയണ അറിയോ? ചങ്ങനകുളത്തേക്കാണ് പോണേ, ഡാപ്സിനെ കാണാൻ പോകാൻ തന്നെ ഒന്നാണ്. അണ്ണൻ നബിൽ അണ്ണൻ സ്വല്പം മാസാവാം. ആള് കൂടിയെടുത്ത് ഞാൻ ഇച്ചിരി തലമ പിടിച്ച് മാസിടാം. ആള് കുടുംബം ആള് ചാവാൻ ഞാൻ ഇത്തിരി മാസിടാം. ഇതെന്താ ഇമ്മേതാരാ ജിമ്മിയ 0.5 വാക്ക് ആരേ വരുന്നേ? കുന്തം കുടച്ചൊക്കെ റേറ്റ് ആള് വന്നിക്കണ. ഏതാ ടീം? ബ്രസീലാരുണ്ടോ? ബ്രസീലാര് പോർച്ചുഗലാ? ഹായ്, എന്താ വിശേഷം? ശ്യാം കൃഷ്ണ എത്രാം ക്ലാസ്സിലാ? LKG എത്തിയിട്ടുള്ളോ? ഓക്കെ. എന്താ പേര്? അഫാൻ. ഷെമിൽ. ഇസാൻ. ഹാത്തിമ എത്ര? 1 2 ഓ ജസ്റ്റ് മിസ്. പോർച്ചുഗൽ ഫാൻസ് ആണ് ഇതിന്റെ മോനെ. ഹായ് ഹായ്. സൽമാന്റെ ഫാനാണ്. അന്ന് കണ്ടില്ലേ ചെറിയ മോളെ ഒള്ളക്ക. ഇതിന്റെ മോളെ പേരെന്താ? വെള്ള പെരിയാല. ഷെയ്ക്കിന്റെ കൊടുക്കാം നമുക്ക്. ഹായ് ഹായ്. ഒരു മോട് തള. വാ നിക്ക്. സുഖം. കുട്ടി പശോനെ ഓർമ്മ മറന്ന മൊയലാളി ഓർമ്മ ഉണ്ട്. അന്ന് ഇന്റെ അടുത്തല്ലേ അത്രയും നേരം ഉണ്ടായിനെ. ആള് കൂടുതലുണ്ടല്ലോ. ആ ആള് കൂടുതൽ. അതാണ് കുറച്ച് ഡിമാൻഡ്. ഇന്ന് കുറച്ച് ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് വന്നല്ലേ, ലേശം ഡിമാൻഡ് ആവാം. പല്ലെടുത്തു പല്ലിന്റെ കുട്ടിന്റെ വരിപ്പാ പോരി. അന്ന് വന്നീനി. ഫോട്ടോ എടുക്കണോ? ശരി. അപ്പൊ സുഹൃത്തുക്കളെ ബാ ഈച്ചോടെ കോസ്റ്റ്യൂം തയ്യാറെടുപ്പിലാണ്. കോസ്റ്റ്യൂമാ? പടച്ചോനെ. സുഖം. ഇവിടെ തന്നെ. ആ ഓക്കെ 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 ഓക്കെ. സുഖം തന്നെ. സുഖമായിട്ട് പോണേ. ആ ഉംറല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ.
ആ ഉംറ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങും. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ കുറച്ച് തിരക്ക് കുറവാകുമല്ലോ, കമ്പാരിറ്റീവ്ലി കുറവാകും അല്ലേ? ഹജ്ജ് കഴിഞ്ഞ ഗ്യാപ്പിൽ കുറയുമെന്ന് പറയണൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ ടൈമിൽ ഇതേപോലെ, പക്ഷേ ഞങ്ങൾ ആ ടൈമിൽ പക്ഷെ എന്താ നമ്മളൊരു കുറവുള്ള സമയത്താണ് പോയിന്നത്. ഞങ്ങളൊരു ഡിസംബർ അന്നൊരു സുബൈ സമയത്തൊക്കെ നമ്മൾ പോയത്. ഇഷ കഴിഞ്ഞിട്ട് മെല്ലെ കയറിയിട്ട് സുബൈ കഴിഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ തിരക്ക് കുറവാണ്. പാക്കേജ് ചെയ്യലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പരിപാടി? ഷോപ്പ് വിസിറ്റും പിന്നെ ഓല ഏതോ വണ്ടിന്റെ ഒരു ലോഞ്ചും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. വരി ഈച്ചോടെ ഈച്ചു അന്നായിക്കോട്ടെ. ആയിക്കോട്ടെ കാണാം. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ പറയണ്ട. മ്യൂസിക് ഇരുന്നിട്ട് ഷാക്കിനോട് ഇതൊക്കെ സംഗീതത്തിന് വന്നാൽ പോരാ. ആയിക്കോട്ടെ, അങ്ങനെ മതി. അത് മതി. അല്ല ഞാനായാലും അങ്ങനെ തന്നെ ഇല്ല അത് വേണ്ട, അത് ഓക്കെയാ. എന്തോ പറ്റിയില്ല. അടക്കട്ടെ, ഞങ്ങൾ ഡീൽ ചെയ്ത് തരട്ടെ. ഈച്ചുവിനെ വിളിക്കണ്ടല്ലോ ബാജിം ഷാ. വന്നിട്ടില്ലേ? ജപ്പാൻ പോയി. ജപ്പാൻ. അസ്സലാമലൈക്കും. ആ ഓക്കെ ഓക്കെ. ഹായ് എന്താ വിശേഷം? ഇത് കളറായത് നാടക്കാരത്തികളാണ്. ഹായ് വിശേഷം? സുഖം. ഹായ് ഇസ്ലാം. കാണാ ഉള്ളിൽ പോയിടാ. അത് പുറത്തേക്കണേ സെൽഫി എടുക്കണം. ചേച്ചി എങ്ങനെ കണ്ട നമ്മളെ? ഞങ്ങള് വണ്ടി നിർത്തി ഒന്ന് എത്തിച്ചു നോക്കിയത്, അപ്പോഴാണ് കണ്ടത്. ഓക്കെ കാണാം. ബൈ ബൈ. സീ യു. വാ വാ വാ. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നമ്മൾ പോണ്ടേ? അപ്പൊ അനുവാ ഉമ്മച്ചിനെ ഇവിടെ നിർത്തണം. ഉമ്മച്ചിനോട് പറഞ്ഞ ഈ വണ്ടിന്റെ ലോഞ്ച് അനുവ ചെയ്യണ ഒരാൾ കൂടെ ഉമ്മച്ചിനെ നിർത്തണം. ഉമ്മച്ചിന്റെ ഇപ്പം ഫീഫിനെ അടുത്ത് ഇപ്പൊ ഉമ്മച്ചിക്ക് മനസ്സിലായി. ലാസ്റ്റ് പോയ പേപ്പർക്ക് നടക്ക്. സൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്യണോ? സൈന് പിന്നേക്കെ പോരെ? സൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാമെന്നാ. അപ്പം നമ്മള് ചങ്ങരംകുളമുള്ള ഓട്ടോ ഹെഡ്സിലാണ് കേട്ടോ. അതാണ് ഓരോ ഷോപ്പ്. രണ്ടൂർ സ്ഥലത്തേക്കല്ലേ? രണ്ടൂർ സ്ഥലത്തേക്കല്ലേ? സത്യം പറഞ്ഞാൽ ഈച്ചു ഒരുപാട് കാലം ആഗ്രഹിച്ച് ഈച്ചു കുറച്ച് മാസങ്ങളായിട്ട് തൊയ്ര്യം തരാതെ നോക്കി വെച്ച്. ഞാൻ അവനോട് കുറേ പറഞ്ഞു ഇത് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അടുത്ത് ഇപ്പോൾ 17s കിട്ടുന്നുണ്ട്, അർബാനി ഉണ്ട്, ഐക്രോസ് ഉണ്ട്, എറ്റിയോസ് ഉണ്ട്, ഡിസയർ ഉണ്ട്. ഇതിക്ക് ഇനി ഒരു വണ്ടീൻ്റെ ആവശ്യമില്ല ഞാൻ ഈച്ചിനോട് 100 വട്ടം പറയണേ. പക്ഷെ ഓരോ പ്രായത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. ഇവിടുന്ന് സൈൻ ചെയ്യണേ? സൈൻ ചെയ്യാൻ ഇല്ലല്ല കുഴപ്പമില്ല. ഹായ് അവിടുന്ന് ഹായ്. അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി പലർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഈച്ചു പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് ക്രിസ്റ്റ വാങ്ങിയ സമയത്ത് അല്ലെങ്കിൽ മുമ്പ് എറ്റിയോസ് വാങ്ങുന്ന ടൈമിലോ ഞാൻ പ്രാധാന്യം കൊടുക്കൽ എപ്പോഴും എന്തിനാന്ന് വെച്ചാൽ കംഫർട്ടിനാണ്. കാരണം നമുക്ക് ലോങ് ട്രാവൽ ചെയ്യാണ്ട്, നമുക്ക് ഇവൻറ്റ്സ് കഴിഞ്ഞിട്ട് ലോങ് ആയിട്ട് തിരിച്ചു പോരാണ്ടാവും. എപ്പോഴും ഏറ്റവും അറ്റ്മോസ്റ്റ് കംഫർട്ടിൽ എങ്ങനെ ഒരു സ്ഥലത്ത് പോയി പോരാന്നുള്ളതാണ് ഞാൻ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതാണിപ്പം ഇതിൻ്റെ വണ്ടികൾ നോക്കുകയാണെങ്കിൽ എറ്റിയോസ് ആണെങ്കിലും ഡിസയർ ആണെങ്കിലും. ഡിസയർ ഇപ്പോൾ ഞാൻ എക്കണോമിക്ക് വേണ്ടി എടുത്താണ്. എൻ്റെ നാട്ടിലെ ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ എക്കണോമി ലെവലിലായി ഓടാൻ വേണ്ടിയിട്ട് എടുത്താണ്. അതുപോലെ തന്നെ ഹൈക്രോസ് ആണെങ്കിലും എനിക്കൊരു എക്കണോമി ലെവൽ, കാരണം അത്ര ബഡ്ജറ്റിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെൻസോ BMW അതിൻ്റെ മറ്റേ ഡൽഹിയിൽ നിന്ന് അവിടെ കൊണ്ടൊക്കെ കുറേ വണ്ടി എടുക്കാമായിരുന്നിട്ടും ഞാൻ ഹൈക്രോസ് എടുത്താന്ന് വെച്ചാൽ ഒരു എന്തോ പറയല്ലോ ഹൈക്രോസിന് ഹൈബ്രിഡ് ആകുമ്പോൾ വെച്ചാൽ കുറച്ച് മൈലേജ് കിട്ടും, എക്കണോമി തന്നെ ഓടട്ടെ. ഇനി അർബാനി ആണെങ്കിലും ഇത്ര 17 ഇപ്പോൾ അർബാനിയും ഹൈക്രോസും കൊടുത്ത പൈസ മതി നമുക്ക് വലിയ എന്തെങ്കിലുമൊക്കെ വലിയ ലക്ഷറി വെഹിക്കിൾസൊക്കെ പോകാൻ. പക്ഷേ അപ്പോഴൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈച്ചു അത്ര ഹാപ്പി ആയിട്ടുള്ള സംഭവം അല്ലേ. ഓക്കെയാണ്, ഹൈക്രോസ് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആശാൻ എപ്പോഴും ഇഷ്ടം 4x4, അതേപോലെ ഫോർച്യൂണർ ഓടിക്കുക, അതുപോലെ തന്നെ എൻഡേവർ, അതുപോലെ തന്നെ ഇങ്ങനെ മറ്റേ കുന്ന് കയറാനും മല കയറാനൊക്കെ പറ്റണോണ്ട് എന്നോട് എപ്പോഴും ചോദിക്കും ഹൈക്രോസ് എടുത്ത് കുന്ന് കയറാൻ പറ്റുമോ,
അർബാനി എടുത്ത് കുന്ന് കയറാൻ പറ്റുമോ. അപ്പം ഇനി എനിക്കും കാണേണ്ടത് എന്താ വെച്ചാൽ എവിടേക്കാണ് ഈ കുന്ന് കയറുന്നതെന്നാണ് എനിക്ക് കാണേണ്ടത്. കാരണം കുന്ന് കയറാൻ പറഞ്ഞിട്ടാണ് ഇപ്പം എന്നോട് ഈ വണ്ടി പറഞ്ഞിട്ട് ഇവനൊക്കെയാണ് മോട്ടറാക്കണത് ഇപ്പം ഈ റായിഫൊക്കെ. അതായത് ഇതേപോലെ ഡിഫൻഡറിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇറങ്ങേണ്ട അവസാനം ചെക്കനെ മോട്ടറാക്കി. അപ്പോൾ ഈച്ചുവിന് ഇപ്പോൾ എത്ര വയസ്സായി? 20-21 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 20. അപ്പം 20 വയസ്സിലാണ് ഈച്ചുള്ളത്. സോ എൻ്റെ 20-ൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ അടുത്ത് ആകെയുള്ളത് എനിക്ക് തോന്നുന്നു വീട്ടിലത്തെ റെസ്റ്റിലെ വാപ്പ വാങ്ങിയ വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു സെൻ ഉണ്ടായി നമ്മളെ വീട്ടിൽ, പിന്നെ ഒരു സ്പ്ലെൻഡർ, പിന്നെ ഒരു സ്കൂട്ടി പെപ്പ്. ഈ 4 വണ്ടികളിലൂടെയാണ് ഞാൻ ജീവിച്ചു വന്നത്. അപ്പം 20ാമത്തെ വയസ്സിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ലൈക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു വണ്ടി വാങ്ങാന്നുള്ളത് പറഞ്ഞാൽ എന്തായാലും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. സോ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി പണിയെടുത്തിട്ട് ഒരു വണ്ടി സ്വന്തം പോക്കറ്റിൽ കാക്കുക നല്ല തീരുമാനമായാൽ മതിയേനി. ഞാൻ അപ്പോഴേ പറയുന്നുണ്ട് ഇത്ര വണ്ടിൻ്റെ ആവശ്യം വരില്ല. കാരണം ഓൾറെഡി അല്ല എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് വണ്ടി. കുന്ന് കയറുന്ന ഈ പൈസക്ക് നമുക്ക് ജിമ്നി എടുക്കാം. താറ് ഫ്രഷ് താറ് കിട്ടൂല നമുക്ക് ഇതിലേറെ ചെറിയ പൈസക്ക്. അങ്ങനത്തെ കുറച്ച് ഹൈറ്റ് വരുന്ന വണ്ടി ഓടിക്കണം. പക്ഷെ ഫോർച്യൂണറിന് ഈ നമ്മളിപ്പോൾ എടുക്കാൻ പോണ വണ്ടിന്റെ ഒരു കംഫർട്ട് കിട്ടൂല. ഹൈറ്റിൽ അർബാനിയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അതാണ് അർബാനിയെ കൊണ്ട് കുന്ന് കയറാൻ പറ്റൂല. ഹൈക്രോസിലാണെങ്കിൽ പറ്റത്താന്ന് പോയി. അപ്പം എന്തായാലും പർപ്പസ് എന്തായാലും നടക്കട്ടെ. അപ്പൊ എന്തായാലും എനിക്ക് ഫുൾ താല്പര്യം. ഞാൻ ഫുള്ള് എടുത്തോ എന്ന് പറഞ്ഞ് മോട്ടർ ആക്കിയിട്ടല്ല ഈ വണ്ടി എടുക്കണത്. ഈ ചുന്നെ പറഞ്ഞ് മോട്ടർ ആക്കിയിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. ഒന്ന് എടുക്കട്ടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ 50-50 നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഒരു പ്രായത്തിന്റെ ആഗ്രഹമാണ്. ഇപ്പം ഞാൻ എൻ്റെ പ്രായത്തിൽ ആഗ്രഹിച്ച ഒരുപാട് സംഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 18-ലാണെങ്കിലും 19-ലാണെങ്കിലും 20, 21, 22 ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രായത്തിലൊന്നും എനിക്കത് സ്വന്തമാക്കാനുള്ള എൻ്റെ അടുത്തൊരു സാമ്പത്തികമോ അല്ലെങ്കിൽ എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തൊരു സാമ്പത്തികമോ ഞാൻ കുറ്റം പറയല്ല. നമുക്ക് എന്താണോ നമുക്ക് ഇല്ലാത്തതെന്ന് ഇന്ന് ഇത്രയും നമ്മളെപ്പച്ചി ആക്കി തന്നത്. പക്ഷെ എന്നാലും ഇത്ര വലിയ ഡ്രീംസൊക്കെ കിടക്കാൻ ആ പ്രായത്തിലുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലും എൻ്റെ ഇപ്പച്ചിൻ്റെ അടുത്തല്ലേ ഇനി. പക്ഷെ ഇന്നിപ്പോൾ ഓനോ എൻ്റെ 18, 16, 17 മുതൽ ഞാൻ ചിന്തിക്കുമ്പോൾ 10ാം ക്ലാസ് മുതൽ പാടുണ്ട്. 8ാം ക്ലാസ് മുതൽ പാട്ട് കാര്യങ്ങളുണ്ട്. 8, 9, 10 മുതൽ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കൂട്ടി വെച്ച് എന്താണോ കയ്യിലുള്ളത് ഒരു കൂട്ടി വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വണ്ടി വാങ്ങുന്നത്. സോ 8ാം ക്ലാസ് മുതൽ പറഞ്ഞാൽ ഇപ്പോൾ 8, 9, 10, +1, +2 പിന്നെ +1, +2 പീക്ക്. +2 സയൻസിൻ്റെ ടൈമിൽ സ്കൂളിലേ പോയിട്ടില്ല. വെറും പരിപാടി എടുത്തിറക്കാം. അപ്പോൾ എനിക്കും തോന്നി ഈ പൈസ ഒക്കെ ഇപ്പം എന്താ ഇപ്പം ചെയ്യാൻ വേണ്ടിയിരുന്നു. കറക്റ്റ് പൈസ വാങ്ങും. എന്നാൽ ചിലവുകളായിട്ട് ഇങ്ങനെ ഏറിപ്പോയാൽ കുറച്ച് കോഫി ഷോപ്പിൽ പോയി കോഫി കുടിക്കുക അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ഞാൻ കൂടുതൽ വലിയ ചിലവൊക്കെ പോകണ കാണില്ല. പിന്നെ ഫോണുകളാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ ആശാ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിയ ചിലവും ചെറിയ അനിയന്മാർക്ക് അറിയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈച്ചുവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ നമ്മൾ വന്നിട്ടുള്ളത് ഓട്ടോ ഹെഡ്സ് ഓട്ടോമോട്ടീവ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചങ്ങരംകുളത്തുള്ള ഷോപ്പിലാണ്. അപ്പം നമ്മൾ ഇവരൊരു വീഡിയോ കാണാനിടയുണ്ടായി. ഇൻസ്റ്റയിലാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പം ഞാനെന്താ വെച്ചാൽ ഈ വീഡിയോ ഈച്ചു എനിക്കും അയച്ചിട്ടിനി, ഞാൻ ഈച്ചുവിനും അയച്ചിട്ടിനി. കാരണം വണ്ടി കണ്ടപ്പം നല്ല വൃത്തി, മാഷാ നല്ല സൂപ്പർ വൃത്തിയുള്ള വണ്ടി. പിന്നെ ഏറ്റവും ലാസ്റ്റിക്കുള്ള വണ്ടി. ഈ വണ്ടി ഇപ്പോൾ പ്രൊഡക്ഷൻ നിന്ന വണ്ടിയാണ്. അപ്പോൾ ലാസ്റ്റിക്കുള്ള വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല. ഞാനിപ്പോൾ വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ പിന്നാലെ കൂടുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്ന് ഓരോയിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു വണ്ടി. നമുക്ക് വണ്ടി കൊണ്ടുത്തന്നു, കോട്ടക്കൽക്ക് കൊണ്ടുത്തന്നു. നമ്മളെല്ലാവരും ഓടിച്ചു നോക്കി. അപ്പം അങ്ങനത്തെ ഒരു വണ്ടി. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓട്ടോ ഹെഡ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് വണ്ടി ചാറായിട്ട് ഇറക്കിയിട്ട് മറ്റേ ചന്ത പോലെ വിൽക്കാന്നുള്ള സ്കീമിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഓലെന്നെ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇട്ട് പോയിട്ട് ഒരുപാട് ആൾക്കാർ തിരക്കൂട്ടി വന്നാൽ നമുക്ക് അതിന് മാത്രം വണ്ടികളില്ല. ഇപ്പോൾ ഓലടുത്ത് കാണുന്ന വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടികൾ സിംഗിൾ ആണെങ്കിൽ ഓല് വളരെ ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിന് ക്വാളിറ്റി വണ്ടികൾ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മോട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അവരെ ധൈര്യമായിട്ടും ട്രസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പം ഉമ്മച്ചിക്ക് കാര്യങ്ങൾ അറിയില്ല, ഇപ്പച്ചിക്ക് ഇത് ഇന്നിങ്ങോട്ട് പോകുന്നത് തന്നെ അറിയില്ല. ഇപ്പച്ചി 4:30 ആകുമ്പോൾ സ്കൂൾ വിടുമ്പോൾ എന്തായാലും വിളിക്കണ്ടോ. പെരയിലൊന്നും ആളില്ല, ഉമ്മച്ചിനെ അടക്കം കൊണ്ടുപോയി. അപ്പോൾ ഇപ്പച്ചിക്ക് ഈ സംഭവം തന്നെ അറിയില്ല. ഇപ്പോൾ പെരയിൽ പോകുമ്പോൾ 2 വണ്ടിയായിട്ട് വരുമ്പോഴാണ് ഇപ്പച്ചി തന്നെ ശ്രദ്ധിക്കുക. വലിയൊരു സപ്പോർട്ട് എന്തായാലും ഞാൻ ഇപ്പച്ചിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കണില്ല. കാരണം ഇപ്പച്ചിക്ക് ആകെ ഇത്രയും കാലം എടുത്ത വണ്ടികളിൽ ഇഷ്ടപ്പെട്ട അർബാനിയാണ്. അത് കുഴപ്പമില്ല, അതെല്ലാവർക്കും പോകാനെങ്കിലും പറ്റുന്നുണ്ട്. ബാക്കി ഇപ്പോൾ ഐക്രോസ് ആണെങ്കിലോ ഡിസയർ ആണെങ്കിലോ അർബാനി മലനും കുറെ കൊണ്ടുനടന്നിരിക്കണേ. പക്ഷെ എന്നാലും മലേനോടൊക്കെ എതിർപ്പ് തന്നെയാണ്. സ്കൂട്ടി മതിയല്ലോ എന്ന് ചോദിക്കും, ഈ സ്കൂട്ടി കൊണ്ട് പോകാലോ എന്ന് പറയും. അപ്പം വലിയ വണ്ടികൾ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഇപ്പച്ചി. അപ്പം എന്തായാലും അതിനുള്ളത് ഈച്ചു വരെ പോയിട്ട് എന്തായാലും സവിനയ ഇപ്പച്ചിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റ് വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വണ്ടി എടുക്കണതിൻ്റെ ആ ഒരു ഇത് എന്തായാലും വീട്ടിൽ പോയിട്ട് കിട്ടട്ടെ. അതെനിക്ക് ചിലപ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആവില്ല. കിട്ടുമ്പോൾ നല്ലോണം കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന ഷോപ്പ് ഇതാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ വണ്ടി മാറിക്ക് ഇതാണ് നമ്മൾ എടുക്കാൻ പോണ വണ്ടി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് നമ്മളെ ബ്ലാക്ക് ഗാരേജിക്ക് 2ാമത്തെ വണ്ടിയായി.
കുറെ ആയതിന്റെ പിന്നാലെ ആശാന് വണ്ടിയൊക്കെ കണ്ടുവച്ചിട്ട് കുറച്ചായി 3 മാസമായി വണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഇവിടെ വന്ന് എടുക്കാന്നാ പറഞ്ഞത്. അപ്പോൾ ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ കിട്ടിക്കൊണ്ടിരുന്നില്ല. നമ്മൾ പുറത്തും ഇവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്കിത് വണ്ടി എടുക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോ ഹെഡ്സിലാണുള്ളത്. എന്തായാലും നമുക്ക് വണ്ടി ഡെലിവറിക്ക് കാര്യങ്ങൾക്ക് അച്ഛനൊന്നും അറിയില്ലല്ലോ. ആ എൻ്റെ തൊള്ളേന്ന് അറിയാതെ ഞാൻ അനണ്ടപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയോക്കാം, വണ്ടീൻ്റെ ഡെലിവറിയും കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഈച്ചുവിൻ്റെ വണ്ടി. ബ്ലാക്കൊക്കെ കണ്ടറിഞ്ഞിട്ടില്ലേ, കുന്തപ്പോയിട്ട് ക്യാമറയൊക്കെ ഇവിടെ എന്നാ ഫസ്റ്റ് കഴിഞ്ഞ് എന്തിനാ പോണേ ജീവിതം തീരുമാനിച്ചിട്ടില്ലല്ലേ? നന്നായി. ബന്ധിച്ചാ ചെവി പൊട്ടുട്ടാ കണ്ണ, ഒരു മയത്തിൽ കൊടുക്കണേ, ചെവിക്കൊന്നും ക്ഷമ അറിയില്ലല്ലോ. ആ ചേട്ടാ ഒരു മിനിറ്റ് കൊടുത്തിട്ട് അപ്പോൾ ഈശുവിൻ്റെ ഏറ്റവും പുതിയ വണ്ടി ലോഞ്ചല്ല, ഇത് വാങ്ങി. ഉമ്മച്ചിന്റെ പേരിലാണ് ലോൺ ഇട്ടിക്കണത്. അല്ലെങ്കിൽ ലോൺ ഉമ്മച്ചിന്റെ പേര് തന്നെ, അത് ഉമ്മച്ചി. ആ അതൊക്കെ പേപ്പർ പോയി റെഡി ആക്കിക്കണേ. ഉമ്മച്ചി ഇവിടെ പേരുണ്ട്, ഉമ്മച്ചിന്റെ പേരിലേ കിട്ടുള്ളേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ വണ്ടി. കാണിച്ചു കൊടുക്കും ഷാബ. ആയിക്കോട്ടെ. എന്താ എസിന്റെ അല്ലേ? ചെയ്തിട്ടാണ് പോളിഷ് ചെയ്തിരുന്നു, അത് തുടച്ചിട്ടില്ല. അപ്പൊ അതാണ് ഈശുവിന്റെ വണ്ടി. ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു വണ്ടിയില്ലേ? ഇതെവിടെ ഇനി നിർത്തുക? എന്റെ പോയൊക്കെ അതിൽ കയറി ഇരുന്നോളി. ഓടുക്കണ്ടാവും, ഈച്ചെടുക്കണ്ടാവോ? ഇപ്പച്ചിനോട് പറഞ്ഞോണ്ടിട്ടോ. ഡാപ്സിനെ കാണാൻ വന്ന ചങ്ങരകുളത്തേക്കാണ്, വീട്ടിലേക്ക് വിളിച്ചിങ്ങനെ ഇറങ്ങി കൊടുന്നാണ് ഈച്ചു. അപ്പൊ അതാ വണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. ഈച്ചോ എടുത്തോ. അല്ല നമുക്ക് അതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് എടുത്താലോ, തമ്മിൽ എടുത്താലോ? അപ്പൊ ഈച്ചുവിൻ്റെ വണ്ടി ഡെലിവറിയാണ്, അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പോയോക്കാം. അഫീഫ് എന്താണ് ആ കുന്തത്തിലും എടുക്കണ ഒരു സാധനത്തിന്റെ ഔട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഇതുവരെ വന്നിട്ടില്ല. എന്താ അങ്ങനെ ഇതാ ദുബായിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ആ കുന്തം പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ട്. എന്താ സംഭവം എന്നോ, ഇത് വരുമോന്നോ ഒന്നുമില്ല കേട്ടോ. ഔട്ടിറങ്ങോ ആഫിയെ? ഔട്ട് എങ്ങനെ അത് എടുക്കാൻ അറിയുന്നുള്ളൂ, എങ്ങനെ ഫോണൊക്കെ ആക്കി എഡിറ്റ് ചെയ്യാന്നൊന്നും അറിയില്ല. റൈഫ് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടിട്ടോ. ഇനി ഇത് ഔട്ടിറങ്ങിയില്ലെങ്കിൽ ഇത് കറമൂസ കുത്താൻ എടുത്തോണ്ടി, അതിന്റെ ആ തണ്ട് നല്ല കയറ്റി ഇങ്ങനെ കുത്താ. ആ തോട്ടായിട്ട് ഉപയോഗിക്കാം. ഇച്ചു കയറിച്ചോ. താങ്ക് യു ട്ടാ. ഞാനല്ല നിങ്ങളെ കയറണ്ടേ, ഞാൻ എൻ്റെ വണ്ടി കയറും. വണ്ടി എടുത്ത ആൾക്കാർ കയറാ. തമാശ കളിച്ചല്ലേ? അഫീഫ് അഫീഫ് കേറട ചങ്ങായി, കേറട ചങ്ങായി, കേറടം. എനിക്ക് കാണാനാണ്, നിങ്ങൾ പോണ കാണണം. എങ്ങനെയുണ്ട് വണ്ടി, റോഡ് പ്രസൻസ് ഉണ്ടോ?
എന്നെ അറിയാം നിനക്ക്. വർഷങ്ങളായില്ലേ കൂടെ. എടുക്ക വെൽക്കം ബ്രോ, വെൽക്കം. അല്ലാ ഹൈറ്റ് ഉണ്ട്. ആ ഇല്ലല്ല ജിഗേറ് ബാസിലിനായിട്ട്. ബാസിലെടെ ബാസിലെ ബർക്കത്തിലോല് കയറട്ടെ. ബാസിൽ കയറടാ, ആ വണ്ടി കയറി കയറിക്ക. ജന്നെ കയറണ്ടേ, ബർക്കത്തിലോല ആദ്യം കയറട്ടെ. ഈച്ചു കയറിച്ചോ. അപ്പൊ ഇതാ വണ്ടി കാണുന്നില്ലായിരിക്കും, പുറത്തുനിന്നിട്ട് എടുക്കേണ്ടി വരും നമ്മള്. വണ്ടിയെല്ലാം രസമുണ്ടല്ലേ, ഒരു ഭീകര വണ്ടിയില്ലേ. പെരും സൈസടാ. ഓ പക്ഷെ വണ്ടിൻ്റെ വണ്ടി തന്നെ കേട്ടോ. എന്താ പറയുള്ളത്, അത്രേ ഉള്ളൂ. പോകാൻ എല്ലാവരും കംഫർട്ടബിളി ബാക്കത്തെ സീറ്റിൽ കാല് മടക്കി വെച്ച് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പോകാൻ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരും. അത്രേ ഉള്ളൂ. പക്ഷെ ആശാനൊക്കെ ഹാപ്പി കേട്ടോ. ആശാനൊക്കെ ആദ്യം മുതൽ എപ്പനി ഇന്നോവ വാങ്ങിയ ടൈമിൽ പറഞ്ഞത് എൻ്റെ ടാക്സി വണ്ടി ഇവിടെ അങ്ങനല്ല കേട്ടോ പറഞ്ഞേ. അത് പിന്നെ ടാക്സി വണ്ടി ആയി പോയപ്പോ പറഞ്ഞ, പിന്നെ ഇപ്പൊ ടാക്സി ആയിട്ടല്ലേ ഓർഡർ അതിന് പറഞ്ഞ. ഇവനൊക്കെ ഇന്നോവനെ ടാക്സി വണ്ടിയാക്കി, ഇന്നോവനെ ഐക്രോസിനൊക്കെ. ഇതൊക്കെ ടാക്സി വണ്ടികളാണ്. ഇജ്ജ് ഇങ്ങനത്തെ വണ്ടികൾ എടുക്കണം ആദ്യം മുതലേ പിന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ട തോണ്ടിനെയോ അല്ലോ, നാളെ വേറെ പ്രശ്നം വരും. അറിയണില്ല, ടോക്കിലാവുമ്പോൾ മനസ്സിലാവണില്ല. ഓക്കെ ഫോട്ടോ ഒപ്പെടുക്കണ്ട. ഒരു പ്രത്യേക തരം എൻട്രി കേട്ടോ. എടാ ഇറക്കി, വണ്ടി ഇറക്കി. കുട്ട ഫോൺ എരി കുട്ട. ഓക്കെ ഞാൻ എൻ്റെ ഫോണിൻ്റെ പോലെ ഞാൻ ചെറുപ്പത്തിൽ കാണാൻ ഫോട്ടോ എടുക്കാം. തരി ഫോൺ തരാം. ഓക്കെ ജിമ്മിയെ നിങ്ങളെവിടുന്ന ഗെയിം എന്തെങ്കിലും കഴിഞ്ഞു വരാം? ഓ പി ടി ഓക്കെ ഹായ് അതൊന്നും ഇതിൽ പറയില്ലടാ. ഇറങ്ങിയാലോ? അപ്പോൾ സുഹൃത്തുക്കളെ, വണ്ടി ഈച്ചുവിൻ്റെ വണ്ടി ഇറങ്ങിയിരിക്കുന്നു അങ്ങാടിയിലേക്ക്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും കൺഗ്രാറ്റ്സ് ഈച്ചു എന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം ചെറിയ പ്രായത്തിലാണ് ഈ ഒരു വണ്ടി ഈച്ചു ഇറക്കിയിട്ടുള്ളത്. സംഭവം സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇറക്കാൻ ഇറ്റ്സ് എ ബിഗ് തിങ്. മൂന്നാളോ ഒരേപോലെ ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ പോരണ പ്ലീസ്, എനിക്ക് പെങ്ങന്മാരില്ല, വരുമോ പ്ലീസ്? മൂന്നാളും ഒരു പാക്കേജ് ആയിട്ട് എടുക്കട്ടെ. എവിടെയാ പറയണ്ടേ? വീട്ടിലാ? ഓയ് എല്ലാവരും കൂടി ഒരു ഫോട്ടോ. നാട്ടുകൂട്ടം എല്ലാവരും ഒന്ന് വിളിട്ടാ. നിങ്ങളുണ്ട് കേട്ടോ അതില്. ഇവിടെ വാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഈച്ചുവിൻ്റെ വണ്ടി. യാത്രാ സുഖത്തിന് അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ ബാസിലെ അവിടുന്ന് കണ്ടു കയറിയിട്ട് ഭയങ്കര യാത്രാ സുഖം. ഓ ഫീൽ ആവണം കൂടി ഇല്ലാന്നൊക്കെ. ഇറങ്ങിച്ചോ, നാളെ തന്നെ നിന്റെ കാരിപ്പറും മറ്റേ സൈലൻസറൊക്കെ പൊട്ടിച്ചാളി. മലയും കൊന്നും കയറ്റിട്ട് ഇതാ സാധനതാ പോലെ. ഇവനാണിത് വാങ്ങിയത്. അതിന് മാത്രം വളർന്നിട്ട് തന്നെയാ അഭിനയിച്ചത്. നമുക്ക് നമ്മളെ വണ്ടി തിരിച്ചാലോ, പാവങ്ങൾ ഐക്രോസ് ഇതാക്കിടുന്ന. ഞങ്ങള് പിന്നെ കുത്തിനും കുന്നായ്മക്കും കുന്ന് കയറാനൊന്നുമില്ല. നമ്മളെ റോട്ടിൽ കൂടെ പോകുന്ന ഒരു പാവം വണ്ടി. നബിൽ ഇങ്ങനെ മണിച്ച് നിൽക്കാവേ. നബിൽ എന്താ വെച്ചാൽ ആദ്യം മുതൽ ഐക്രോസ് ഇന്നോവ ഒന്നും പറ്റൂല. നബിന് ഫോർച്യൂണർ അല്ലെങ്കിൽ എൻഡേവർ ഇതൊക്കെ ചാട്ടം ചാടിച്ചു. നീ നാളെ കക്കടമ്പൊയിലേക്ക് ടൂർ പോവാണ് പറഞ്ഞാല് വരും ചെയ്യും. കണ്ടോ ആ ചെറിയ ഉണ്ടാവും അത്. നബിലെ
ഹാപ്പിയാണ് നാളെ വണ്ടി വെക്കാൻ മറ്റന്നാൾ പോവാ. ഇന്ന് വീട്ടിൽ പോകണ്ട്. ഇന്ന് പോർച്ചുഗലിന്റെ കളിയാ. അല്ല ഇഞ്ച് നിന്ന് പോണം. ഇഞ്ചൊന്നുമില്ല. എന്താ തെറ്റുണ്ട് നോണ അറിയുമ്പോ അല്ല ഇഞ്ച് എന്നൊക്കെ അത് വെറുതെ പറയണേ. ചേച്ചിയെ ചേച്ചി ഞാൻ വരാം. പാമ്പൊന്നുമില്ല എന്നാ മതി. അപ്പേ ഓ എന്താ വിശേഷം? നല്ല വിശേഷം. ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാ? അല്ല, ഞാൻ അനസിന്റെ വീട്ടില. ഓക്കെ സെൽഫി അല്ല ഇതൊന്നും ശാലിവിടെ വ്ളോഗ് ഫുൾ ആക്കാനാ. അപ്പൊ മലയും കുന്നും കയറാൻ വേണ്ടിയിട്ട് ഇതാ നബീൽ ഒരുങ്ങുകയായി. തലവട്ടത്ത് സൂര്യന്റെ പ്രദർശന ദർശനം ചക്രവാളത്തിൽ ഉയരുമ്പോൾ നബീൽ ഇതാ ചക്രവാളം തലമൊക്കെ ഒരുത്തിക്കൊണ്ട് ഈ വണ്ടിനെയൊക്കെ നല്ല കുറ്റം പറയണം. ഞാൻ എനക്കൊന്നും ഈ വണ്ടി വാണ്ടില്ലാന്ന് എനിക്കറിയാം കേട്ടോ. ഇനിയിപ്പോ ഇതിന് ആരും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ദൂരയാത്ര പോകുമ്പോൾ നിങ്ങൾ തന്നെ തേടി വരും. ബ്രോ അപ്പൊ സുഹൃത്തുക്കൾ എന്തായാലും രണ്ട് ഫോട്ടോസ് എടുത്തിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഇതാണ് വണ്ടി കേട്ടോ. കറക്റ്റ് കാണാത്തവർക്ക് ഇതാണ് വണ്ടി. ഇത് കാണില്ലല്ലോ. എന്താ കാണാത്തെ? അപ്പൊ ഇതാണ് വണ്ടി ട്ടാ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോണ വിശേഷങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് എടുക്കാണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ഇന്നലെ പരാജയപ്പെട്ട ടീമിന്റെ ഒരു ഫാൻ കൂടെ നമ്മൾ വന്നിട്ടുണ്ട്. അച്ചൊക്കെ എന്താ വെച്ചാൽ ഗ്രൂപ്പില് ഫുള്ളേ മറ്റേ വിവാ ബ്രസീൽ പറഞ്ഞ് നടക്കണം. എവിടെ കാണാം. ഇന്നലെ നിമ്പപ്പന്റെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? ലീഡിംഗ് ഗോൾ സ്കോറർ വിത്ത് 7 goals ഈക്വലിംഗ് വിത്ത് ഇമ്പപ്പ ആൻഡ് ഹാലണ്ട് എന്നൊക്കെ. കളിന്റെ ഒരു സാധനം ഇന്നലെ നെയ്മർ എത്ര മിനിറ്റ് കളിച്ചു? നെയ്മർ കുറച്ച് കളി കണ്ടീനോ? ഇല്ലല്ല ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലത്തെ കണ്ടു. അത് പോട്ടിങ് ചെയ്തു. ഇവന്റെ അതേ അവസ്ഥ. എടുത്തോ അങ്ങനെ യൂട്യൂബർ സ്വന്തം എടുത്ത ഓട്ടിയൊക്കെ കേറ്. അച്ചു ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. ഈച്ചുന് ഇഷ്ടമുള്ള വണ്ടിയാണെന്നുള്ള അച്ചുന് ഓൾറെഡി അറിയാട്ടോ. ഇന്നാണ് നടന്നത്. ഞങ്ങളെ കയറണോ? ഞാൻ ഇതിലിപ്പോ എത്രാം തൊട്ടാ കയറുന്നത്? 2ാം തൊട്ടോ? ഞാൻ ഇപ്പൊ കയറിയിട്ടുള്ളൂ. ഓ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെന്ന് ജസ്റ്റ് ബാക്കിലിരുന്നു. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ടോ ഓട്ടി നോക്കിയിട്ടൊന്നുമില്ല. എടുത്തു വരാ. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? എന്തൊക്കെ മറന്നുപോയ പോലെ. ഈ വണ്ടിയുടെ കാര്യം അച്ചോ മുത്തേ ഓരോ ആഗ്രഹങ്ങളാണ്. ഞാൻ അതല്ല തന്നെ കുട്ടികളെ ഓരോ ആഗ്രഹങ്ങളാണ്. അതൊന്നും നമ്മള് തള്ളി കളയാൻ പറ്റില്ല. ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്നും പാടില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് ഞമ്മക്ക് ഇങ്ങനെയൊക്കെ ഓട്ടാൻ അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തിൽ ഓട്ടാൻ പറ്റില്ല. ഏത് വണ്ടി ആലോചിക്കണം. ഇപ്പൊ പെരയത്തെ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാ സ്മൂത്ത് വണ്ടിയാടാ. പുതിയ വണ്ടിയാ. അതായത് ലേറ്റ് എത്ര ഇഞ്ച് മോഡല്? 2019 3.2 ടൈറ്റാനിയം പ്ലസ്. ഇതൊക്കെ പിടിച്ചിട്ട് ഒരു വണ്ടി ഉണ്ട്. ഞാൻ ചേരാ അങ്ങനെ ഈ വടിയില്ലേ 2019 ടൈറ്റാനിയം പ്ലസ്സാ. അതിനെ കുറിച്ച് അറിയില്ല. അതായത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന അർബാനിയിൽ 17 ആക്ക് പോവാ. 17 ഡിസയറിൽ 5 അപ്പൊ 22 എറ്റിയോസിൽ 5 അപ്പൊ എത്രയായി? 22ഉം 5ഉം പഠിച്ചനെ കണക്ക് കൂട്ടി തുടങ്ങി ചെയ്തു. 22ഉം 5ഉം 27. പിന്നെ ഹൈക്രോസിൽ 7 ആക്ക് 8 ആക്ക് പോവാ. അപ്പം 8 കൂട്ടാണെങ്കിൽ 35.
ഇതിൽ 8 ആൾക്ക് പോവാ. 1 2 3 4 5 6 7 എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. എത്ര ആൾക്ക് പോവാ? ഇനി 7 ആൾക്ക് പോവാട്ടിക്കോ. 42 ആൾക്ക് പോവാ. അതായത് 42 ആൾക്കുള്ള വാഹന സൗകര്യം പായി. പക്ഷെ അത്ര ആളില്ല. നമ്മളെല്ലാ വണ്ടി എടുക്കേണ്ട ആവശ്യം വരും തോന്നണില്ല. മാഷാ അല്ലാഹ്. എടാ ഞാൻ ചോദിക്കട്ടെ, അതാ പറഞ്ഞ ഇത് കുറച്ച് അൾട്ടിസിൽ ഇരുന്നിട്ടേ അതൊരു കുണ്ടല്ലേ, ഹൈറ്റ് ഉള്ള വണ്ടിയാ. ഓഫ് റോഡ് കൊണ്ടേ നാളെ തന്നെ റായിഫ് തന്നെ കക്കാടംപൊയിൽ നാളെ പോവല്ലേ അവക്കെ ഫുസീൻ സ്പോട്ട് ഉണ്ട്. വരും കുറിയായി കാണാൻ പറ്റിയ. ഓ അത് സത്യം, കുറച്ച് കഴിയട്ടെ ഈശോ. നമുക്കത് ഫുൾ ഇതാക്കണം ഈശോ. ഫുൾ ബ്ലാക്ക് അടിച്ചിട്ട് മേലെയും സൈഡൊക്കെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല രസമുള്ളൊരു മോഡക്ക് കൊണ്ടുവരണം. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ സ്റ്റോക്കാണ്, നല്ല വണ്ടിയാണ്. ഇത് എവിടെയാ ഇപ്പൊ സർവീസ് ഉള്ളത്? കൂട്ടി പോകുന്നില്ലല്ലോ, സർവീസ് കൂട്ടില്ല ഉറപ്പല്ലേ? നാടൻപടി സർവീസ് ഉണ്ടെങ്കിലും വണ്ടി മഞ്ചേരിക്കാൻ വർഷാപ്പ് എന്താ പേടിക്കാൻ. അപ്പൊ ഇതാണ് വണ്ടി, ഫോർഡ് എൻഡേവർ 3.2. എന്തൊക്കെയോ ഡീസൽ. ഡീസലാ പെട്രോളാ? ഡീസലാ? ഓ ഡീസൽ വണ്ടി ആഫ്റ്റർ ലോങ് ടൈം മാൻ. ഡീസൽ നമുക്ക് ഇഷ്ടാ. ഇന്നോവ ഡീസലേനി നമ്മളത് അല്ലേ? നമ്മളെ എറ്റിയോസും ഡീസലേനി. ക്രിസ്റ്റ ഡീസലേനി. എറ്റിയോസ് പവറിന് ഡീസൽ വൺ ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ഓൾ ടെറൈൻ മോഡ് ഉണ്ട്, ഇപ്പൊ ഡെസേർട്ട്, റോക്ക്, പല പല മോഡ്. ഓട്ടോ പാർക്ക് ഉണ്ട്, ഓട്ടോ പാർക്ക് അതുണ്ട്. ഓട്ടോ പാർക്ക് ഉണ്ട്. അല്ല ഞാൻ പഠിച്ചു വരുന്നുള്ളൂ വണ്ടിനെ പറ്റി. എനിക്ക് ആ ബാക്കത്തെ ഏറ്റവും ബാക്കത്തെ സീറ്റ് എല്ലാവരും കമന്റ് ചെയ്യട്ടെ. ഈ വണ്ടി സത്യത്തിൽ എന്താണ് അവസ്ഥ? എനിക്ക് എല്ലാവരും പറഞ്ഞ ട്രെൻഡിങ് ആണ് ഇപ്പൊ കിട്ടാവുന്നതിൽ വെച്ചിട്ട്. അതായത് എറ്റിയോസ് ഒക്കെ ഇതേപോലെ കളക്റ്റിബിൾസ് ആയി മാറി. കാരണം വണ്ടി ഒരു ഷോറൂമിൽ നിന്ന് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ മുതൽ അത് കളക്റ്റീബിൾ ആണ്. നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതുപോലെ കളക്റ്റീബിളിൽ പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടികളാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്താണ് ഫോർഡ് എൻഡേവറിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം എന്നുള്ളത് എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. നല്ല വണ്ടിയാണോ അതോ ഞാൻ വെറുതെ ഈച്ചുവിനെ മോട്ടറാക്കി ഞാൻ പറ്റിക്കപ്പെട്ടോ, ഈച്ചുവിനെ പറ്റിച്ചതാണോ എന്നൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ എന്തായാലും മസ്റ്റായിട്ടും പറയാം. എത്ര ആക്ക് പോവും ഞാൻ ഐക്രോസും. പക്ഷെ അർബാനി അപ്പം വടിയാവോ? അർബാനി ഓട്ടാൻ കൊടുക്കുമല്ലോ. അർബാനിയ ഭാഗ്യത്തിന് മാഷാ ട്രിപ്പ് പോയി സെറ്റ് ആവും. സെക്കൻഡ് കീമല്ലേ, ഒരാളിപ്പോ നമ്മള് ഒരാൾക്ക് വണ്ടി കൊടുത്തിട്ടാണ്, നമ്മള് ഒരു 80 സ്പീഡ് മീറ്റർ സെറ്റ് ചെയ്ത് കൊടുത്താല് അതിന് മുകൾക്ക് പോകാൻ കഴിയില്ല. പിന്നെ ബില്ലെ കൊടുക്കുമ്പോ ഒരു 60 അങ്ങനത്തെ ഓപ്ഷൻ, ഉപകാരമുള്ള അങ്ങനത്തെ ഓപ്ഷൻ വരട്ടെ. ഞാൻ ഓട്ടി നോക്കിയിട്ടൊന്നുമില്ല. മുതലാളി അല്ലെങ്കിൽ അങ്ങനെ ഒരു വണ്ടി ഓട്ടൂല, എല്ലാ ചങ്ങന്മാരെ കൊണ്ട് ഓട്ടിപ്പിച്ചാണ്ട് ഈ സീറ്റ് അല്ലെ ആ സീറ്റ് അത് കണ്ട് ആസ്വദിക്കുക. എനിക്ക് ഐക്രോസ് മതി. പിന്നെ എങ്ങനെ വണ്ടി റോഡ് കൂടെ പോകണം ഇങ്ങനെ കണ്ടാൽ മതി, അത്ര ഉള്ളൂ. മാഷാ. സോ ബിഗ് ബ്ലെസ്സിങ് ഈ ഒരു വണ്ടിട്ടാ. ഇൻഷാല്ലാ നല്ല ബ്ലെസ്സിങ് ആവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും സൂപ്പറായിട്ട് പ്രാർത്ഥിക്കണം. നാളെ പെച്ചിക്ക് എപ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത്? രാവിലെ രാത്രി കാണിച്ചു കൊടുക്കണ്ട. നല്ല സൊഫാൻ ഖാന്റെ അവിടെ മെയിലൊക്കെ കയറ്റിയിടാം. എന്നിട്ട് രാവിലെ പെച്ചിനെ വിളിച്ച് കാണിച്ചു കൊടുത്താൽ മതി. നമുക്ക് എണീക്കാം. പോർച്ചുഗലിന്റെ കളി കഴിഞ്ഞ് കടന്നാൽ മതി. എല്ലാരും ഓൺ ടൈമിൽ ഉറങ്ങണം. തോറ്റാ പിന്നെ നിങ്ങൾക്ക് വലിയ ഉഷാറുണ്ടാവില്ല, അത് ശരിയന്നെ. പക്ഷെ എന്നാലും ഇനി തോറ്റാലും എനിക്ക് ഉഷാർ കമ്മി പാടില്ല. ഒരു വണ്ടി എടുത്തിക്കണ മൊമെന്റ് ആണ്. അപ്പൊ പോർച്ചുഗലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് എന്റെ സന്തോഷം. വണ്ടി കിട്ടിയില്ലേ? മുന്നിന്ന് വണ്ടി ക്ലീൻ വണ്ടിടാ. അല്ല എന്നാലും ഒന്ന് ഇതൊക്കെ ചെയ്ത് ഒന്ന് കെൻസൽ മുനീർ ഷൂട്ടിങ്ങില്ല നമ്മള്. അനിയ വണ്ടിയായി ആ സാധനം നോക്കാം. ഫോർഡുമ്പോ മഴ പെയ്യണ സാധനം നോക്ക്. ഇങ്ങനെ വെച്ചോക്ക്, സൂം ചെയ്തിട്ട് ഇങ്ങനെ വെച്ചോക്ക്. ഇനി 2 കേട്. ഓം മാഫിയ വണ്ടി എടുത്തു പോവല്ലേതാ? അച്ഛൻ നമ്മൾ വിട്ടാലോ? നമുക്ക് ഫുഡ് കഴിച്ചാലോ എവിടുന്നേലും? വാ. അപ്പം എന്തായാലും സുഹൃത്തുക്കളെ, ഇതാണ് ഈശുവിൻ്റെ വണ്ടി. എല്ലാവരും കാണാം. കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ കഴിയുമ്പോൾ നടക്കാണ്ട്. എന്താ യൂണിവേഴ്സിറ്റിയോ പേപ്പറോ
ഇതന്നെ കിട്ടില്ല നമ്പറേ, നമുക്ക് നമ്പർ എടുക്കണം, നാട്ടിലത്തെ മാറ്റിയിട്ട് നല്ല നമ്പർ. അതിൻ്റെ പേപ്പർ വർക്ക്, അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ പേപ്പർ വർക്ക് ഫുള്ള് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇങ്ങനെ കൊണ്ടുനടക്കാൻ അതിനുള്ള പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമുക്ക് മഴ പെയ്യുണ്ട്, നമുക്ക് ബാക്കി വരുന്ന വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നലെ ലേറ്റ് ആയിക്കണം കുറച്ച് കിടന്നുറങ്ങാൻ. അപ്പോൾ അതിൻ്റെ കണ്ണും മോറും അഫീഫിൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് അങ്ങനെ ആയി കാണും. അപ്പോൾ ഇന്നലെ ആകെ സത്യം പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ട് ദിവസത്തിന് വേൾഡ് കപ്പ് ഒന്നും ഇല്ലാതെ, പക്ഷേ ആ ഗ്യാപ്പും പോയിരിക്കുന്നു. അപ്പം ഒന്നായിരിക്കും കളി. നിങ്ങളിപ്പോൾ കളിയൊന്നും നോക്കല്ലേ? ഇപ്പൊ ഇങ്ങനെ കളിയൊന്നും കടന്നുറങ്ങും, രാവിലെ ജിമ്മിന് പോകും, അങ്ങനെ ഡെയിലി റൂട്ടീൻ. അതായത് അണ്ണൻ എന്താണോ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണ ആ മൂല്യങ്ങൾ, കപ്പോ അണ്ണന് വേണ്ടി ഒരു കപ്പ് കിട്ടിയ കഥ പോലും പറയാനില്ലെങ്കിലും, പക്ഷെ അണ്ണൻ കാത്തു സൂക്ഷിക്കണ ആ ഒരു മൂല്യങ്ങൾ. വെള്ളം കയറി ഇവിടെ എത്തിയോ? അത് നല്ല ഹൈറ്റിലാണ് വെള്ളം. നല്ല ഹൈറ്റുണ്ട്, ഇവിടെ സാധാരണ കാണില്ല. അപ്പം അണ്ണൻ്റെ ജീവിതശൈലി കാത്തുസൂക്ഷിക്കണം. അപ്പം നമ്മളപ്പം ഇതാ പാവം ഇന്നിപ്പോൾ എല്ലാവർക്കും അവധിയാണ്. മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും അവധി കൊടുത്തിട്ടും സ്കൂളിലേക്ക് പോവുകയാണ്. എന്താണ് സ്കൂളിലേക്ക് ഇന്ന് പോകാനുള്ള ഒരു കാരണം? അവധി കൊടുത്തിരിക്കുന്നത് കുട്ടിയേക്കാണ്. വല്ല വെള്ളക്കെട്ടിലും മരം വീണിട്ടും ഒക്കെ അതിൽ അപകടത്തിൽ പെടാതിരിക്കാനാണ് ഒരു മുൻകരുതൽ നല്ല രീതിയിൽ പ്രിക്കോഷൻ ഇങ്ങനെ കൊടുത്തിരിക്കണത്. അപ്പോൾ നമുക്ക് സ്കൂളിൽ ചെന്നാൽ ഇന്നിപ്പോൾ അവിടെ നമ്മളെ കുറച്ച് കുറച്ച് ഓട് വെട്ടിയ സ്ഥലങ്ങളുണ്ട്, കുറച്ച് വെള്ളക്കെട്ടുകളുണ്ട്. അവർക്ക് പണിക്കാരോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളില്ലാത്ത സമയത്ത് അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഞാനൊരു SM ആണ് ഇപ്പോൾ, അഡ്മിനിസ്ട്രേഷനാണ്. പരമാവധി രേഖകളും ഇതൊക്കെ ക്ലിയർ ആക്കി വെക്കുക. ഫ്രീ ഡേയ്സിൽ പോലും ബിസി ആയിട്ടിരിക്കുകയാണ്. അതാണ് അതായത് നമ്മുടെ അതായത് കോറിയില് ഇവിടെ ചെറിയ കോറി, ഇവിടെ ഒരു പാറ, അവിടെ അതിലേറെ വലിയ പാറ. പെരന്റെ ബാക്കിൽ ഒരു പാറയുണ്ട്, ഇതിന്റെ മുന്നിൽ ഒരു പാറ ഉണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൽ നല്ല വെള്ളവും പൊന്തിക്കണം. അപ്പൊ തന്നെ ഇപ്പച്ചി എന്ത് ചെയ്യാണ്? ഇപ്പച്ചി ഇപ്പൊ സ്കൂളിൽ പോവാ, മാക്സിമം വീട്ടിലില്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാണ് ഇപ്പച്ചി. പരമാവധി ആബ്സെൻസ് ഈ നാളെ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു, പേരൊക്കെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എന്താണ്, അവൈലബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് പേരൊക്കെ നിലയും വലിയും. അപ്പൊ ഇപ്പച്ചി ഇങ്ങനെ പോവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, എവിടെയെങ്കിലൊക്കെ പോയി ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിട്ടില്ല, ഭൂഗാത്തിന്റെ മുകളിൽ പോയിരിക്കല്ല, സ്കൂളിൽ പോയിരുന്നാല് നമ്മൾക്ക് എന്താണ് ഇപ്പൊ നമ്മളെ വർക്കുകൾ കുറെ തീർക്കുന്നു. ഇപ്പം ആ സ്റ്റാഫ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മളൊറ്റൊക്കെ ആകുമ്പോൾ കുറെ വർക്കുകൾ ഇങ്ങനെ നമുക്ക് തീർക്കാൻ സൗകര്യമാണ്. പിന്നെ ഇത് ഗവൺമെന്റ് ലാപ്ടോപ്പാണ്. ഓരോ ക്ലാസ്സിലേക്ക് ഓരോ ലാപ്ടോപ്പ് ഉണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള. മനസ്സിലായില്ലേ? പാസ്വേഡ് അടിക്കുക വെക്കാ ഓണാവൂലേ? ഇവിടുത്തെ കുട്ടികളെ പാസ്വേഡ് പറയില്ല. അല്ല, ഇത് കുഴപ്പമില്ല, നമ്മളെ കൈ വിട്ടു പോലല്ലോ. ഇല്ല, പ്രശ്നം എന്താ അറിയോ? എന്താ പ്രശ്നം? ഇന്റെ സ്കൂളത്തെ കുട്ടികൾക്ക് ഇന്നലെ മത്സരം നടത്തി. എന്ത് മത്സരം? കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പ് റൈറ്റിംഗ് മത്സരം, മലയാളം ഫാസ്റ്റസ്റ്റ് മലയാളം ടൈപ്പിംഗ് മലയാളം. ഇന്നലെ എന്റെ ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു എന്നെ കൊണ്ട് കഴിയും. എന്താണ് കുട്ടിന്റെ പേര്? ആ നല്ലൊരു ഗായികയല്ലേ, ഒരു തമിഴ് പാട്ട് പാടണേ അല്ലേ? ഇന്നലെ എനിക്ക് നമ്മളെ തിരൂര്, അതേതോ വലിയ നടന്റെ ഭാര്യയാണല്ലോ. തിരൂരുള്ള എനിക്ക് നല്ല പിന്നെ ഇതിങ്ങനെ അയച്ചു തരും. ഒന്ന് നമ്മളെ മറ്റേ തിരൂരുള്ള ഷബീർ അലി, ഇന്നാൾ പോയപ്പോ കണ്ടില്ലേ, ഇങ്ങനത്തെ സംഗതികളൊക്കെ അയച്ചു തരും. അപ്പൊ അയാൾ ഇട്ടപ്പോഴാണ് കണ്ടത്. ഞാനൊക്കെ നോക്കുമ്പോൾ ആദ്യം എന്താണെന്ന് വിചാരിച്ചു, പിന്നെ നോക്കുമ്പോഴാണ് മലയാളം അത് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? സിംഗർ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചപ്പോ ആ പാട്ടും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് മലയാള അക്ഷരത്തിലെ ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാത്ത എഴുതാൻ കയ്യായിട്ട് ചെങ്ങായിന്റെ ചെവി കുറിച്ച് നുള്ളി ചെവിയൊക്കെ നീരൊലിച്ചൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്തിനാണ് എന്റെ മാഷിന്റെ ചെവി കുറിച്ച് നുള്ളിയത്. ഇന്ന് വരെ എനിക്ക് എവിടെയും ഋഷഭം, ഋഷി,
ഇങ്ങനത്തെ ഇതിനൊക്കെ ഉപയോഗിക്കാന്നല്ലാതെ എന്നുള്ള പദം ഇന്ന് വരെ ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞ പോട്ടെ, ഭാഷയിലാകുമ്പോൾ അതിന്റെ സൗന്ദര്യമാണല്ലത്. അപ്പൊ അതുപോലെ തന്നെ മഴ ഇനി മഴ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ എങ്ങോട്ട് പോണ ഇപ്പച്ചി? അല്ല പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാല് ഇത് ഈ മറ്റു ലാംഗ്വേജ് ഒന്നും വിഭിന്നമായി മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? 50. ബാക്കി നിങ്ങൾക്ക് വിട്ടുന്നു കേട്ടല്ലോ. 24, 26 ഇംഗ്ലീഷിലുള്ളത്. അറബിയിലും 28, 29 അറബിയിലുള്ളത്. മലയാളത്തിലൊരു 50 മുകളിലുണ്ട്. ഈ പറഞ്ഞ അക്ഷരങ്ങളാണ്. പക്ഷെ എന്റെ കുട്ടികൾ മലയാളം ടൈപ്പ് റൈറ്റിംഗ് കൊടുത്തിട്ട് അതെങ്ങനെ ചെയ്യണത്, അതാ ഞാൻ അവിടേക്ക് ഞാൻ പറഞ്ഞോണ്ടേ. GMUPS നിലമ്പൂർ കുട്ടികളെ പ്രൊമോഷൻ മത്സരം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ദാറ്റ് ഈസ് വാട്ട് ഈസ് എ പ്രോബ്ലം. നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ എൻ്റെ ബൈക്ക് പോവാ. ഇന്ന് ബൈക്ക് എടുക്കണോ കാർ എടുക്കണോ? കാർ എടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് ഈ ഒരു മഴ കണ്ടിട്ട് തോന്നുന്നത്. മലപ്പുറം ജില്ല മൊത്തം മഴയാണ്. ആയിക്കോട്ടെ, കാർ എടുത്ത് പോവാം. പിന്നെ നമുക്ക് ഒരു മനുഷ്യൻ്റെ ഇന്നത്തെ പുരുഷായുസ് 60 പറയണത്. പുതിയതനുസരിച്ച് 70 പറയുന്നുണ്ട്. ആയിക്കോട്ടെ, എത്രയായി? 60, 70 അങ്ങനെയാണ് ഒരു ആവറേജ് മനുഷ്യൻ്റെ. ഇതിൽ നമ്മൾ എത്ര സമയം നമുക്ക് ഉറങ്ങാൻ വേണം? 8 മണിക്കൂർ. മണിക്കൂർ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഇത് കൂട്ട് 8 മണിക്കൂർ 8 മണിക്കൂർ ഒരു ദിവസം. പിന്നെ ഒരു മാസമാകുമ്പം എത്ര സമയം വരും? ഒരു കൊല്ലാകുമ്പോൾ എത്ര വരും? അങ്ങനെ അപ്പോൾ 70 കൊല്ലാകുമ്പോൾ എത്ര വരും? നല്ലൊരു സമയം വരും. എന്നാൽ അങ്ങനെ പറയില്ലേ, ഒരു 30 വർഷം. 30 വർഷം ഓണം. അപ്പം നമുക്ക് 30 വർഷം ഉറങ്ങിപ്പോയില്ലേ? 60-ൽ 30 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 30 ഉണ്ട്. ഫുഡ് കഴിക്കാൻ, ബാത്റൂമിൽ പോകാൻ, അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ. അതിനെത്ര വേണ്ടി വരും? ഒരു 5 വർഷം. 5 വർഷം കൊണ്ടോ നമ്മളെന്നത്തതിന്? കാരണം പോണ പോക്കിൽ അടുത്ത ഒരു ഇത് കാണുമ്പോൾ മന്തിക്കട കാണുമ്പോൾ വീണ്ടും അവിടെ കയറുകയാണ്. എത്ര വേണം? ഒരു 10 വർഷം. 10 കൂട്ടുക. എത്രയായി? 30, 20 20 വർഷം മാത്രമേ ജീവിക്കണുള്ളൂ. കുട്ടികൾ, മക്കള്, പിന്നെ കുടുംബം, കൂട്ടുകാർ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു 10 വർഷം പോവും. പിന്നെ ഒരു 10 ഉള്ളൂ. ഒരു 10 ഉള്ളൂ. അതന്നെ തട്ടിമുട്ടി കിട്ടണം. ആ 10-ൽ ഒരു ദിവസമാണ് ഇന്ന് എൻ്റെ 10 വർഷത്തിലെ പ്രധാനപ്പെട്ടത്. ഇന്ന് അവധി സർക്കാർ പ്രഖ്യാപിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ ബ്ലാങ്കറ്റ് ഇട്ട് മൂടിക്കിടന്നാലേ അത് എന്ത് ചെയ്യാലേ? എനിക്കിന്ന് ശമ്പളം കൂടി ഉണ്ടല്ലോ. അപ്പം അതുകൂടി വെച്ചുകൊണ്ട് ഞാൻ മറ്റേ ഗാന്ധിജി ആവല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുതേ. അപ്പം അതുകൊണ്ട് ആദ്യം മുതലേ നമ്മൾ സ്കൗട്ടും ഗൈഡ്സും അഗ്രികൾച്ചറും കൃഷിയും സ്പോർട്സും ആർട്സും ആയിട്ട് പുലാമന്തോളാണെങ്കിലും പാട്ടിക്കാടാണെങ്കിലും എന്ത് ചെയ്യുന്നു തുടങ്ങിയ രണ്ടത്താണി ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിലും പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട് വേങ്ങര അവിടെയൊക്കെ ഞങ്ങൾ നാളെ പോയിട്ടോ കഴിഞ്ഞ ദിവസം. അതൊക്കെ ഞങ്ങളെ ഫോട്ടോ എടുത്തു ഞങ്ങൾ, എനിക്ക് എൻ്റെ മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ കല്യാണമല്ലേ അവളെ സൗണ്ട് എഞ്ചിനീയർ ആഷിഖിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് ഗവൺമെൻറ് സർവീസ് കിട്ടുന്നത് AR നഗറാണ്. AR നഗറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ARൻ്റെ ഫുൾ എന്താ അറിയോ? AR അബ്ദുറഹ്മാൻ നഗർ എന്നാണ്. എവിടെയാ? കൊണ്ടോട്ടി. ഒരു പഞ്ചായത്താണത്. അതുകൊണ്ട് ഈ ആഷിഖിൻ്റെ പെങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വന്നിരുന്നു. അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ പേര് എങ്ങോട്ടാ പോകണം? ഇപ്പൊ എവിടേക്കൊക്കെ പോവാണ്? പോകല്ല, ഞാൻ പറഞ്ഞോട്ടെന്ന് വെച്ചാലേ അവിടെയൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യം നമ്മളത് എവിടെ ഇതുമില്ലേ എവിടെയാണെങ്കിലും പണിക്ക് പോവാ. ഇതേ ആളാണ് സിദ്ദീഖ് ഹസൻ. ഒരു സ്കൂളിൽ BRCയിലെ ട്രെയിനറായിരുന്നു. അങ്ങനെ തന്നെയാണ്. ഭരണം മാറ്റി നമുക്കൊരു പ്രശ്നമല്ല. ഭരണം മാറി വലതായി, ഇടതായി, നടുവായി, അത് നമുക്ക് പ്രശ്നം. നമ്മൾ യു ഡു യുവർ ഡ്യൂട്ടി, that's your beauty. We do our duty, that's our beauty. ഓക്കെ, എന്നാ വരി ലാപ്ടോപ്പ് ഒന്ന് എടുത്തേക്കോ. പുതിയ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ഇതൊന്നും ഒന്ന് മാറ്റണം കേട്ടോ. അതൊന്ന് സഹായിച്ചു തന്നെ. നിങ്ങൾ പറഞ്ഞോണ്ട് മാറ്റി വെച്ചാണ് കേട്ടോ. അത് എനിക്ക് ഇന്നലെ പറ്റുള്ളൂ. നമ്മളെ എനിക്ക് ഇന്ന മുസാഫിൽ പോകാൻ പറ്റുള്ളൂ പറഞ്ഞില്ലേ. എന്റെ ലാപ്ടോപ്പ് ആ ടോഷിബയാണ്, അത് ഡെഡായി കിടക്കാണ്. അപ്പൊ നല്ലൊരു ലാപ്ടോപ്പ് വാങ്ങാൻ എന്നെ സഹായിക്കണം എല്ലാവരും. ഓക്കെ പിരിവിടാം, സംഭാവന ചെയ്യാം. ഞാൻ തന്നെ തന്നോണ്ട്. പഴയതുണ്ടെങ്കിൽ കിട്ടിയാൽ മതി മക്കളെ. പഴയതുണ്ടോ?
പഴയതൊന്നുമില്ല. പിന്നെ മാക്ബുക്ക് ഉണ്ട്, അത് മതിയോ? മാക്ബുക്ക് ഇങ്ങോട്ട് വരും, മഴയാണ്. മാക്ബുക്ക് അല്ലെങ്കിൽ ഐപാഡ് മതിയോ? അടുത്തോളി. ഈ ലെനോവോന്റെ ഇതൊക്കെ എത്ര കാലം പോവാൻ അങ്ങനെ തട്ടിമുട്ടി. ബാസിൽ വണ്ടി കയറി കുറേ നേരം ഇരിക്കുന്നു കേട്ടോ. ബാസിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവിടെ ഡിസ്കായി കുറേ നേരമായി മയം കൊണ്ട് സർപ്രൈസ് കിട്ടാൻ വേണ്ടി ഇരിക്കുന്നു കേട്ടോ. അപ്പം ഉപ്പച്ചിനെ വണ്ടി കാണിച്ചു കൊടുത്തില്ല, ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തത്വം മൊത്തം രാവിലെ കേട്ടോ കേട്ടോ. ശോഷിച്ചു. എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നാട്ടെ, മിന്നാമിനുങ്ങേ. ആ കമാ ആ പാട്ട് പാടാണ് മാറിക്കണ്. പിറാ പുഞ്ചി മഴയത്ത് വഞ്ചി തുഴഞ്ഞത്ത് ില്ല അയച്ചു വാങ്ങി അതാ വണ്ടി വണ്ടി ഈച്ചു വാങ്ങി. ഇതോ ഓടോ സോനെ അതാ മറ്റേ അയാളെ വണ്ടിയാണ് ആ റിസോർട്ട് പാർക്കണേ. പറക്കണ വണ്ടിയൊന്നും അല്ല തോന്നുന്നു. പിന്നെ അത് മറ്റേ അവിടുത്തെ അടിത്താളെ വണ്ടിയാ, ദീച്ചു വാങ്ങിയ വണ്ടിയാ. കാര്യം 0005. അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിയോ? അതല്ല, സെക്കൻഡ് ആണ്. എന്താ അതിന്റെ പ്രത്യേകത? എവിടെയും പോകാം, പെട്രോൾ എവിടേക്കും പോകാൻ പറ്റും. ഡീസൽ. ആ മറ്റേതൊക്കെ പിന്നെ തൊടുവിൽ നിർത്തിയില്ലാണ്. ഫുള്ള് ഏറ്റു വാങ്ങാനാണ് യോഗം തോന്നുന്നത്. വണ്ടി എങ്ങനെയുണ്ട്? നമ്മൾ ഐക്രോസിന്റെ പോലെ തന്നെ കാണാന്. ഐക്രോസിനെക്കാട്ടും മേലെ വരും, കുറച്ച് ഹൈറ്റ് ഉണ്ട്. ടയർ കുറച്ച് ഇങ്ങോട്ട് ഒരു ഇതും കൂടി ഇങ്ങോട്ട് വീതി ഉണ്ടാവും. ഒന്നിങ്ങനെ ഇങ്ങോട്ട്. ഐക്രോസിന്റെ എവിടെ വരും? ഐക്രോസിന്റെ കാട്ടിലും ഉയരം കാണുന്നുണ്ട്. അത് ഞാൻ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ തോന്നുന്നല്ലേ. മേലെ വരുന്ന മേലല്ല, ഞാൻ മേലെ പറഞ്ഞാൽ ഇങ്ങനെ ഉയർച്ച പൈസന്റെ അല്ല പറഞ്ഞ കേട്ടോ. പിന്നെ മോള് തുറക്കാൻ പറ്റുമോ? ഫുൾ ഓപ്പൺ ആക്കി മഴ കൊണ്ടുപോവാ. അതായത് ഇങ്ങനെ കുട്ടികളിങ്ങനെ നിന്ന് പോലെ അതേപോലെ അങ്ങനെ പറ്റും. ഇപ്പച്ചിന്റെ സ്കൂളിലെ കുട്ടികളെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടി വണ്ടി. കുട്ടികളെ ഫുള്ള് മേലെ കയറ്റിട്ട് ഈച്ചു കൊണ്ടുപോകും. ഞങ്ങളൊരു പ്രവേശനോത്സവം കേട്ടോ, ഒരു പ്രവേശനോത്സവ ഗാനം ഇറക്കിയിരുന്നു. 100K ആയാല് ആ കുട്ടികളെയും കൂട്ടി 6 കുട്ടികളുണ്ട് അതിൽ കോറസ് പാടി. ആ കുട്ടികളെയും കൊണ്ട് എൻ്റെ സ്കൂളത്തെ കുട്ടികളെ കാണാൻ കൊണ്ട് ഇതേപോലെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടേക്കെങ്കിലും സ്ഥലത്തേക്ക് പോയിരിക്കും നമ്മള്. ഒരു കാടുമലയൊക്കെ കയറി ഒരു ബ്രോസ്റ്റ് കഴിക്കാം. വണ്ടി അങ്ങനെ ഇഷ്ടപ്പെട്ടോ? വണ്ടി ഞാൻ കൊണ്ടുപോകണമെന്ന് രാധേട്ടൻ പറയുന്ന പോലെ ഇന്നിപ്പോ ഞാൻ കൊണ്ടുപോകണോ? അത് ഞാൻ വന്നിട്ടാക്കാം. മഴയാണ് ഇപ്പോൾ. അല്ല അതാണെങ്കിൽ നേരത്തെ പേരെ കണ്ടു. ഈ വണ്ടി ഇതിപ്പോ ഞാൻ പോയി നേരത്തെ രാവിലെ ഞാൻ പത്രം എടുക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ കണ്ടു അവിടെ നിർത്തിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ആ ഓലാണ് പറഞ്ഞതേ, ആ കോട്ടേഴ്സിന്റെ മറ്റേ റിസോർട്ടിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്നാലും വണ്ടി ഇഷ്ടപ്പെട്ടു. ഇനിയുള്ള യാത്രയിൽ ഹൈക്രോസിനേക്കാൾ ഉപ്പച്ചി ഇതാണ് പ്രിഫർ ചെയ്യണത്. നമുക്ക് നോക്കാം. എനിക്കറിയില്ല. ഹൈക്രോസ് 4000 ഫുൾ ടാങ്ക്, ഇത് 1500 ഫുൾ ടാങ്ക്. ഹൈക്രോസ് വേറൊരു ഹൈക്രോസ് 4000 ഫുൾ ടാങ്ക് ആവും. ഇത് 1500 ഫുൾ ടാങ്ക് കയറിയ. അവിടെയാണല്ലോ കുഴപ്പം. ഇന്ധന ലാഭമുള്ള വണ്ടികള് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ അന്നും ഇന്നും എന്നും 100 രൂപയ്ക്ക് അടിച്ചിട്ടുള്ള. അതുകൊണ്ട് ആ കൗണ്ട് കുറഞ്ഞു തരാന്നൊന്നും നോക്കണില്ല. അപ്പൊ ഇതാണ് ഈച്ചുവിന്റെ വണ്ടി. ഇപ്പച്ചി മാത്രമേ കാണാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് മറ്റന്നാളെ
ഒരാവശ്യം ഉണ്ടോ? ഗവൺമെന്റ് ഒരു നല്ല പാഠം പരിപാടി ക്യാമ്പിൽ പങ്കെടുക്കാണ്ട് എന്നാല് ഇതിലാണ് പോയിക്കോളി. നിങ്ങളൊരു വിദ്യാഭ്യാസത്തിന്റെ തലോടി നടക്കണ വലിയൊരാൾ, നിങ്ങളാണ് ഇതിലാണ് കയറി പോയിക്കോളി. എല്ലാം വിദ്യാഭ്യാസപരമായിട്ട് എന്തും പറയാനുള്ളൂ. എന്ത് പറയണേലും ഇന്റെ സ്കൂള്, ഇന്റെ കുട്ടികള്, എനിക്ക് പോകാനുള്ള ക്യാമ്പ്, ഇന്റെ കുട്ടികളെ വിജയം, അല്ല അതിനുള്ളൂ. ഫുട്ബോളിലേക്ക് ഇറങ്ങിയ പോലെയാണ്. ഫുട്ബോൾ CR7 കാണാനല്ല, എന്റെ ടീം ഇപ്പോഴും ഔട്ടായിട്ടില്ല. എന്റെ ടീം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലിൽ ഞാൻ അതിന്റെ പേഴ്സണൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാ കൊല്ലം എഴുതലുണ്ട്. 2014 ഇതേമാതിരി ഇപ്പച്ചിനല്ലോ ഫൈനൽ കണ്ടിരിക്കട്ടെ ജർമ്മനിന്റെ. അന്നുണ്ടേ ലാസ്റ്റ് മിനിറ്റില് 119 മിനിറ്റിലുണ്ട് ഇപ്പച്ചി പോയിട്ട് എഴുതണ് ജർമ്മനി എന്ന് പറഞ്ഞിട്ട് മെല്ലെ മടക്കിയിട്ട് പേഴ്സിലിട്ട് എഴുതാനുണ്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഞങ്ങള് ബാക്കിന്ന് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴല്ലേ പേര് എഴുതി വെച്ചു. ഞാൻ എന്നോ പേര് ഇതിൽ ഇട്ടിക്കണ്, നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞേ. ഫൈനലിൽ വന്ന് 2 ടീമിന് 2 സൈഡിൽ എഴുതി വെക്കും. എന്നിട്ട് ജയിക്കണോലെ എടുക്കും. എന്റെ കുട്ടികൾ പാഞ്ഞു തന്നിട്ട് ഓരോ ടീം ജോലി ഔട്ടാകുമ്പോഴേ സാർ എങ്ങനെയാന്ന് ചോദിച്ചു. ടീമല്ല റഫറിയാണ് അറിയും. റഫറി ആകുമ്പോൾ ഈ കാറിന് വല്ല പരിക്കുണ്ടാവില്ല. എന്നാലും ഞാൻ എന്റെ ടീമിന്റെ ആരുമ്പോ മറ്റോ വന്നിട്ട് എന്റെ കാർമ വരച്ചു വെക്കും. എന്റെ കാർമല്ല, ഞാൻ റഫറി പറഞ്ഞോണ്ട് റഫറി മധ്യ. പക്ഷെ ഇന്നലത്തെ റഫറി ആവും ചെയ്തിട്ടോ, മറ്റേ ഈജിപ്തുകാരെ പറ്റിച്ചേ. ഈജിപ്തുകാരെ പറ്റിച്ച റഫറി ആവും ചെയ്തത്. അതെ നമ്മളെ കുട്ടികള് നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ വന്നേ. നാട്ടിലെ ഗ്രൂപ്പില് നമ്മളെ കുട്ടികൾ തന്നെ പറയത് മത്സരം ഉണ്ട് സ്കൂളിൽ. ദിനം പ്രതി മത്സരം അതില് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വരും. അതിന് നമ്മളെ സ്കൂളിലത്തെ ഒരു രാജേഷ് മാഷുണ്ട്. മാഷക്കാണ് ഇതിന്റെ ചാർജ്. നല്ല താല്പര്യമുള്ള മാഷാണ് ഫുട്ബോളില്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കുട്ടികളെ മറ്റേ മത്സരത്തിനൊക്കെ തയ്യാറാക്കാൻ. ഇതില് പോണം, മറ്റേ വായനവാരം പരിപാടിക്ക് മലപ്പുറത്ത് മറ്റേ DC ബുക്സ് നടത്തുന്ന പരിപാടിക്ക് ഇതില് പോയിക്കോളി. അതിനൊക്കെ പോകാൻ പറ്റുമോ? അവിടെ അപ്പുറത്ത് ഐക്രോസും ഉണ്ട്. അവിടെ ഐക്രോസ് കിടക്കുന്നുണ്ട്, അപ്പുറത്ത് എൻ്റെ കിടക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ പുതിയ വണ്ടി വാങ്ങിയ വ്ളോഗ്. ഒരുപാട് പണിയെടുക്കാണ്ട് ഈ വണ്ടിമേ ഒരുപാട് പണി കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട് തട്ടിമുട്ടി നമ്മൾ സെറ്റപ്പ് ചെയ്തൊരു വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് മലപ്പുറത്ത് വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കനത്ത മഴയാണ്. കുട്ടികളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. ജലാശയങ്ങളിലും വെള്ളക്കെട്ടുകളിലൊന്നും പോവാതെ അപകടങ്ങൾ സൃഷ്ടിക്കാതെ വെറുതെ തേങ്ങ ചാടി പിടിച്ചാനും മരം ചാടി പിടിച്ചാനും വലിയ കാക്കമാരെ പോലെ പോവാതെ, കാക്കമാരെന്നെ പോവാതൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറയുക. കാരണം കാക്കമാർക്ക് തന്നെ ഗ്രിപ്പ് കിട്ടാത്ത ടൈമാണ്. മഴവെള്ളം കുത്തിയൊലിച്ച് വന്നാൽ വലിയ സ്വിമ്മറായിട്ടോ സംഭവമായിട്ടോ കാര്യമില്ല, അത് കൊണ്ടുപോകും. കാലും കൈയും കോറും അത് കൊണ്ടുപോകും. അപ്പം തീരോട് വെള്ളത്തിനോടും കളിക്കാതിരിക്കുക. നമ്മളെ പാറ, നമ്മളെ വേറെ പാറിന്റെ പുറത്താണ്. ഇപ്പുറത്ത് പാറയാ, ഫുൾ പാറയാ. അല്ല സീനില്ല എന്ന് പറയാ. അപ്പോൾ എന്തായാലും ഇതാണ് സുഹൃത്തുക്കൾ നമ്മുടെ വിഷയം. അപ്പോൾ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് ഇന്നൊരു മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.